السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, കിതാബ് തൗഹീദാണ് നാം വായിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ചതിൻ്റെ ലക്ഷ്യമായി പറഞ്ഞ കാര്യമാണ് തൗഹീദ്. മുഴുവൻ നാടുകളിലേക്കും അവൻ്റെ അമ്പിയാക്കളെ ഈ ഒരു ദൗത്യം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചത്. തൗഹീദ് അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കി എന്നതിന് അനേകം തെളിവുകളാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ആമുഖത്തിൽ പറഞ്ഞതുപോലെ അത് കിതാബിൻ്റെ ആമുഖമെന്നോണം കൊടുത്ത ഒരധ്യായമാണെന്നും അതല്ല അത് പ്രത്യേകമായ ഒരധ്യായം തന്നെയാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ കിതാബ് തൗഹീദിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയായാലും നാം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട തെളിവുകളെല്ലാം തന്നെ തൗഹീദ് എന്തുമാത്രം പ്രാധാന്യമുള്ളതാണെന്നും അത് നിർബന്ധമാണെന്നും അറിയിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്ന് തൗഹീദ് പഠിക്കലും അതിന് വിരുദ്ധമായ ശിർക്കിൽ അകപ്പെട്ടേക്കാവുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കലുമെല്ലാം തൗഹീദിൻ്റെ അടിസ്ഥാനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അദ്ദേഹം അടുത്തതായി കൊടുത്തിട്ടുള്ള അധ്യായം ബാബു ഫദ്ലി തൗഹീദി വമാ യുകഫിറു മിനദ് ദുനൂബ് എന്നുള്ളതാണ്. ബാബു ഫദ്ലി തൗഹീദ്, തൗഹീദിൻ്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന ആയത്ത്. അതുപോലെ വമാ യുകഫിറു മിനദ് ദുനൂബ്, തൗഹീദ് അത് പാപങ്ങളെ മായ്ച്ചു കളയും എന്നറിയിക്കുന്ന അധ്യായമാണ് ഇത്. തൗഹീദിന് സഹോദരങ്ങളെ അതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള സബബുകളിൽ, കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. അല്ല, തൗഹീദ് ഇല്ലാത്തവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഇതാണ് തൗഹീദിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. തൗഹീദിൻ്റെ ഒരു ശ്രേഷ്ഠത പറഞ്ഞു തരൂ എന്നൊരാൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ തൗഹീദ് വേണം. അതിനേക്കാൾ മറ്റൊരു വലിയൊരു ശ്രേഷ്ഠത നമുക്ക് പറയാനില്ല. സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ തൗഹീദ് വേണം. തൗഹീദ് ഇല്ലാത്ത ഒരാളെയും സ്വർഗത്തിൻ്റെ ഒരു പദവിയിലും കാണാൻ സാധിക്കുകയില്ല. സ്വർഗത്തിന് അനേകം പദവികളുണ്ട്. ഏറ്റവും ഉന്നതമായ സ്ഥാനം ജന്നാത്തുൽ ഫിർദൗസാണ്. അതുമുതൽ താഴോട്ടുള്ള സ്വർഗത്തിൻ്റെ ഒരു പദവിയിലും ഒരു തട്ടിലും തൗഹീദ് ഇല്ലാത്ത ഒരാൾക്കും സ്ഥാനമില്ല എന്നുള്ളതാണ്. അപ്പോൾ തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് സ്വർഗപ്രവേശനം ലഭിക്കുകയുള്ളൂ എന്നാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തൗഹീദാണെന്ന് മനസ്സിലാക്കി. എന്നാൽ നമ്മൾ അറിയണം, നമ്മുടെ ഒന്നും അമലുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗപ്രവേശനം ഒരു കാരണമില്ലാതെ നിശ്ചയിച്ചിട്ടുള്ളതുമല്ല. അള്ളാഹു അതിന് ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആരാണോ ആ കാരണങ്ങളെല്ലാം അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്, ആ സബബുകൾ സ്വീകരിക്കുന്നത്, അവർക്ക് സ്വർഗപ്രവേശനം നടത്തും, അള്ളാഹു നൽകുന്നതായിരിക്കും. തൗഹീദ് ഉള്ളത് കൊണ്ട് നമുക്ക് സ്വർഗപ്രവേശനം നിർബന്ധമായി കിട്ടണം എന്ന് നമുക്ക് അള്ളാഹുവിനോട് പറയാൻ സാധിക്കുകയില്ല. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ അമലുകൾക്ക് പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു കാര്യമല്ല സ്വർഗം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, ഫദ്ലാണ്. എന്നാൽ ആ ഫദ്ല് ലഭിക്കണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൗഹീദാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യം ലഭിക്കണമെങ്കിൽ നമുക്ക് തൗഹീദ് ഉണ്ടായിരിക്കണം. തൗഹീദ് ഇല്ലാത്തവർക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യമില്ല. അള്ളാഹു ഔദാര്യം എല്ലാവർക്കും നൽകുന്നില്ല എന്നർത്ഥം. മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ മുഴുവൻ മനുഷ്യർ ജാതി ഭേദമന്യേ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് വഴിപ്പെടുന്നവർക്കാകട്ടെ വഴിപ്പെടാത്തവർക്കാകട്ടെ അള്ളാഹുവിന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെങ്കിൽ പ്രവേശിപ്പിക്കാം. പക്ഷെ അള്ളാഹു തആല അങ്ങനെ പ്രവേശിപ്പിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗപ്രവേശനമുള്ളൂ എന്നാണ്.
അപ്പോൾ തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫദ്ൽ എന്താണെന്ന് ചോദിച്ചാൽ അത് സ്വർഗത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്, സ്വർഗത്തിൽ നിന്ന് നമ്മളെ പ്രവേശിപ്പിക്കുന്ന കാര്യമാണ്, നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. തൗഹീദ് നരകത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ പ്രധാനമായി 2 രീതിയിലാണ്. തൗഹീദുള്ള ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, തൗഹീദ് അത് മീസാനിൽ അങ്ങേയറ്റം ഭാരമുള്ള ഒരു അമലാണ്. തൗഹീദ് എന്ന് പറയുന്നത് മീസാനിൽ അങ്ങേയറ്റം ഭാരമുണ്ട്. നമ്മൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് മീസാനിൽ വെച്ച് തൂക്കുന്നതായിരിക്കും. തൗഹീദും സൽക്കർമ്മങ്ങളും എല്ലാം തന്നെ നന്മയുടെ തുലാസിലാണ് ഉണ്ടാവുക. തിന്മയുടെ തുലാസിലാണ് മറ്റ് പാപങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. തൗഹീദ് ഒരാളുടെ നന്മയുടെ തുലാസിലുണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നന്മയുടെ തുലാസ് അങ്ങേയറ്റം ഭാരമുള്ളതായിരിക്കും. അവരാണ് വിജയികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ സഖുലത് മവാസീനുഹു ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടെ മീസാനാണോ ഭാരമുള്ളതാകുന്നത് അവരാണ് വിജയികൾ. വമൻ ഖഫ്ഫത് മവാസീനുഹു, ആരുടെ തുലാസാണോ ഭാരം കുറഞ്ഞു പോകുന്നത്, ഫൗലൈക അല്ലദീന ഖസ്റു അൻഫുസഹും, അവരാണ് അവരുടെ ആത്മനഷ്ടം പറ്റിയ ആളുകൾ, സ്വന്തത്തിന് നഷ്ടം സമ്മാനിച്ച ആളുകൾ അവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ തൗഹീദുള്ള ആളുകൾക്ക് അവരുടെ മീസാനിൽ വലിയ ഭാരമുണ്ടാകും. അതുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്. തൗഹീദുള്ള ആളുകളുടെ മീസാൻ ഘനമുള്ളതായിരിക്കും എന്നാണ്. എന്നാൽ തൗഹീദ് ഇല്ലാത്ത ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്താണ്? വഖദിംനാ ഇലാ മാ അമിലു മിൻ അമൽ. തൗഹീദില്ലാതെ ഓരോ പ്രവർത്തനങ്ങളുമായി ചില ആളുകൾ പരലോകത്തെത്തും. അള്ളാഹു ആ അമലുകൾക്ക് നേരെ തിരിയും. ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, അതിനെ ചിതറിയ ധൂളികൾ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കുമെന്നാണ്. അതിന് യാതൊരു ഭാരവും ഉണ്ടാവുകയില്ല. ധൂളികൾ എന്ന് പറഞ്ഞാൽ ഈ വെളിച്ചത്തിൽ നമുക്ക് ചിലപ്പോഴൊക്കെ കാണാൻ പറ്റിയേക്കാം. അത്രയും ഈ അന്തരീക്ഷത്തിലൊക്കെ പൊടിയുണ്ട്, നമ്മൾ കാണുന്ന പോലുമില്ല. ചിലപ്പോൾ ചില നേരിയ വെളിച്ചത്തിൽ നമ്മൾ അതിനെ കണ്ടേക്കാം. അത്ര ഭാരമില്ലാത്തതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളെ മാറ്റി തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൗഹീദുള്ള ആളുകൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒന്നാമത്തെ കാര്യം തൗഹീദ് മീസാനിൽ ഭാരമുള്ളതായിരിക്കും. അതുകൊണ്ട് അത് മുഖേനയുള്ള സൽക്കർമ്മങ്ങൾ അത് നന്നായി ഭാരമുള്ളതായിരിക്കും. തൗഹീദ് ഇല്ലാത്ത ആളുകളുടെ മീസാനിൽ യാതൊരു ഭാരവും ഉണ്ടാവുകയില്ല. അവർക്കാണ് ആത്മനഷ്ടം ഉണ്ടാവുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരാണ് നമ്മൾ, പാപങ്ങൾ സംഭവിച്ചു പോകുന്നതായിരിക്കും, തീർച്ചയാണത്. ആദം സന്തതികൾക്കെല്ലാം പാപങ്ങൾ സംഭവിക്കും, അത് തീർച്ചയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധിക്കുകയില്ല. തൗഹീദുള്ള ആളുകൾക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളെ പുറത്തു കൊടുക്കുകയുള്ളൂ. പാപങ്ങൾ പുറത്താലല്ലാതെ ഒരാൾക്ക് എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക? ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് തൗഹീദ് സാക്ഷാത്കരിക്കുന്നത് അവൻ ആദ്യം തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ ചില ആളുകൾ അവർ നരകത്തിലേക്ക് പ്രവേശിക്കും. അവരെ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ തൗഹീദ് ഒന്നുകൊണ്ട് മാത്രം നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കും. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈമാനിൻ്റെ ഒരു കണികയെങ്കിലും ഒരാളുടെ കൽബിലുണ്ട് എങ്കിൽ അല്ലാഹു തആല അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതായിരിക്കുമെന്നാണ്. അവൻ്റെ പാപങ്ങളെല്ലാം അല്ലാഹു തആല ഈ ഒരു തൗഹീദ് കൊണ്ടാണ് പുറത്തു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് തൗഹീദ് അല്ലാത്ത അനേകം നന്മകൾ ചെയ്ത ആളുകൾ നരകത്തിൽ എത്ര കാലം കഴിഞ്ഞാലും ശരി അല്ലാഹു തആല ആ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് അവൻ്റെ ആ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, തൗഹീദ് ഇല്ലാത്ത നന്മകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാകും. സാധുക്കളൊക്കെ സഹായിച്ചിട്ടുണ്ടാകും, ഒരുപാട് ജനസേവന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാകും, പല കാര്യങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ മരിക്കുമ്പോൾ തൗഹീദ് ഇല്ലാതെയാണ്. അബൂ ത്വാലിബിൻ്റെ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കും. അബൂ ത്വാലിബ് ഒരിക്കലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കൊണ്ട് അബൂ ത്വാലിബിന് നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷയാണ് ലഭിക്കുന്നത്. ആഴപ്പരപ്പുകളിൽ പോകേണ്ടതായ അബൂ ത്വാലിബിന് നരകത്തിൻ്റെ ഏറ്റവും മുകളിലാണ്, അഥവാ താഴേക്ക് പോകുമ്പോഴാണ് ശിക്ഷയുടെ ആധിക്യം കൂടുന്നത്. ഏറ്റവും മുകളിലായിരിക്കും ശിക്ഷ ഉണ്ടാവുക എന്നാണ്. പക്ഷെ അത് രക്ഷപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് ഇല്ലാത്തത് കൊണ്ട് പരിഗണിക്കുന്നില്ല. അബൂ ത്വാലിബിനെ പരിഗണിക്കാത്ത സഹോദരങ്ങൾ, അബൂ ത്വാലിബിനെ അല്ലാഹു തആല പരിഗണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരെ, തൗഹീദ് ഇല്ലാത്ത മറ്റാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത ഖാദിമായിരുന്ന ഒരു മനുഷ്യനാണ് അവിടുത്തെ പിതൃവ്യനായ അബൂ ത്വാലിബ് എന്ന് പറയുന്നയാൾ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് ഇല്ലാത്തത് കൊണ്ട് ഒരിക്കലും അയാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല എന്നാണ്. അപ്പോൾ തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല
അവൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നത്. ചിലപ്പോൾ നരകത്തിൽ പ്രവേശിപ്പിക്കാതെ തന്നെ പുറത്തു കൊടുക്കും. നരകത്തിൽ പ്രവേശിപ്പിക്കാതെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്ന് പറഞ്ഞത് അതാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, എല്ലാവർക്കും ഒന്നും പറഞ്ഞിട്ടില്ല, ശിർക്കിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട്, അതെല്ലാം ഈ തൗഹീദ് ഉള്ളത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. തൗഹീദ് ഇല്ലെങ്കിൽ പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മറ്റ് അമലുകളിലേക്ക് ഒന്നും തന്നെ പരിഗണിക്കുകയില്ല എന്നാണ്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. തൗഹീദ് ഒരാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് എന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ഇനി അധ്യായത്തിലുള്ള തെളിവുകൾ ഓരോന്നായി വായിക്കുകയും പണ്ഡിതന്മാർ അതിന് നൽകിയ വിശദീകരണങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. ഒന്നാമതായി പറയുന്നു ഖാൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് വഖൗലില്ലാഹി തആല അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്താണിത്. ഈ ആയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ സമൂഹവുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയുള്ള സമൂഹത്തോട്, ബിംബാരാധകരായ സമൂഹത്തോട് പറയുന്ന ഒരു സംഭാഷണ ശകലമാണ്. അതിന് തൊട്ടു മുമ്പുള്ള 81-ാമത്തെ ആയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആളുകളോട് ചോദിക്കുന്നുണ്ട്. വകൈഫ അഖാഫു, അല്ലാഹു തആല പറയുന്നതാണ്, വകൈഫ അഖാഫു മാ അശ്റക്തും, നിങ്ങൾ ഈ ശിർക്ക് വെക്കുന്ന ഈ കാര്യങ്ങൾ ഞാൻ എങ്ങനെ ഭയപ്പെടാനാണ്. വല തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹ്. അവർ ചോദിച്ചു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിമിനോട് ചോദിച്ചു, ഇതിനൊന്നും നിങ്ങൾക്ക് പേടിയില്ലേ? അവിടെയുള്ള ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതിനൊന്നും എന്ത് ചെയ്തിട്ടില്ല, കൂസാക്കിയില്ല. അദ്ദേഹം അതിനെല്ലാം തകർത്തു തരിപ്പണമാക്കിയിട്ടുണ്ട്. അപ്പം അവർ ചോദിച്ചു, നിനക്ക് പേടിയില്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയാൻ, യഥാർത്ഥത്തിൽ പേടി വേണ്ടത് എനിക്കല്ല. ഞാൻ എന്തിനാണ് നിങ്ങൾ ഈ ശിർക്ക് വെക്കുന്ന ഈ വിഗ്രഹത്തെയും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിക്കുന്നത്? എനിക്കതിന് യാതൊരു പേടിയും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ വല തഖാഫുന അന്നകും അശ്റക്തും ബില്ലാഹ്, ആകാശഭൂമികളെ പടച്ച് പരിപാലിച്ച് നിങ്ങൾക്ക് സർവ്വതും നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു പേടിയുമില്ല എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ കാര്യം അല്ലാഹു തആല പറയാണ്. മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന. അതാണ് ശിർക്കിൻ്റെ യാഥാർത്ഥ്യം. ആ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തെളിവും നൽകിയിട്ടില്ല. അത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു തെളിവുമില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം, ഷിർക്കിൻ്റെ ആളുകൾ പല ശുഭഹത്തുകളുമായി പല കാലത്തിൽ വരും. നിങ്ങളിൽ എല്ലാവർക്കും അതിന് ഉത്തരം പറയാൻ പറ്റണം എന്നില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എല്ലാ സാധാരണക്കാർക്കും ശുഭഹത്തുകൾക്ക് മറുപടി പറയാൻ പറ്റണം എന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ ഉറച്ച് ഹൃദയത്തിൽ വെക്കണം. എന്താണത്? മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താൻ. ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു തെളിവുമില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, അവർ ഒന്നുകിൽ ഇല്ലാത്ത തെളിവുകൾ വ്യാജമായി ഉണ്ടാക്കുന്നതായിരിക്കും. അതിന് ചിലപ്പോൾ ആയത്തുകൾ തന്നെ ദുർവ്യാഖ്യാനം ചെയ്യാൻ യാതൊരു പ്രയാസം അവർക്കില്ല. കേരളത്തിൽ സമസ്ത അങ്ങനെ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഖുർആനിൽ ഒരു ആയത്തിൻ്റെ ഇഅ്റാബ് തെറ്റിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗ്ഫാർ തേടണം എന്ന് ഖുർആനിലെ ആയത്ത് തെറ്റിച്ചിട്ട് അച്ചടി വരെ മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. യഹൂദരും നസ്രാണികളും ഒക്കെ ചെയ്ത പണി ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ചെയ്യും, ഇല്ലാത്ത ആയത്തുകൾ കൊണ്ടുവരും. അങ്ങനെ ഒരു ആയത്തിന് ഖുർആനിൽ ഉണ്ടാവുകയില്ല. ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് അറിയില്ലല്ലോ ഖുർആനിൽ ഇങ്ങനെ ആയത്തുണ്ടോ ഇല്ലേ. ഇതൊന്നും പരിശോധിക്കാൻ പോലും തയ്യാറാകാത്ത അനേക ആളുകളുണ്ടാവും ഈ ഉസ്താദുമാരെ വിശ്വസിച്ചിട്ട്. അങ്ങനെയുള്ള ആളുകൾ വഞ്ചിക്കും. ഇനി അതല്ലെങ്കിൽ ഇല്ലാത്ത തഫ്സീറുകൾ അവർ പറയും. ഖുർആനിൽ ചില ആയത്തുകളൊക്കെ പറഞ്ഞിട്ട് അതിന് ഒരു മുഫസ്സിറും പറയാത്തതായ ചില തഫ്സീറുകൾ പറയും. അതല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മുത്തശാബിഹത്തായ ചില ആയത്തുകൾ ഉണ്ടാകും, സാദൃശ്യം തോന്നും, അത് അങ്ങനെയുള്ളതിന് തെളിവാണോ. എന്നാൽ മുഹ്കമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാകും ഇത് ഇന്നതാണ് അതിൻ്റെ വിധി എന്നുള്ളത്. ഇത് ഹൃദയങ്ങൾ രോഗമുള്ള ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ വെച്ചതാണ്. സാധുക്കൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പം അതുമായിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇന്ന ഹദീസുണ്ട്, അന്ധനായ സ്വഹാബിയുടെ ഹദീസുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഖബറുള്ള ആളുകളോട് പ്രാർത്ഥിക്കാനും സഹായം തേടാനും ഒക്കെ കുറേ തെളിവുകളായിട്ട് വരും. ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിട്ട് വരും. അതല്ലെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും പണ്ഡിതന് സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും വാക്കുകളിലുള്ള, ആ പണ്ഡിതൻ പറഞ്ഞ വാക്ക് ശരിയാണ്, അത് ശരിയായ വാക്ക് തെറ്റായ വാക്കായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന് സംഭവിച്ചുള്ളൊരു അബദ്ധങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് അദ്ദേഹം ഇവർക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാവുകയില്ല, പക്ഷെ ആ ഒരു അരവാക്യവർ കിട്ടിയാൽ മതി.
എന്നിട്ട് ഒരാളുകളോട് ചോദിക്കും, ഈ ഇമാമൊക്കെ പറഞ്ഞ വാക്കൊക്കെ അപ്പോൾ ശിർക്കായോ തെറ്റായോ, അയാൾ ഉദ്ധരിച്ചത് ശരിയായില്ലേ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കും. എന്നാൽ ദീനുൽ ഇസ്ലാം അറിയുന്ന ആളുകൾക്ക് അറിയുന്ന അടിസ്ഥാനമാണ്. ദീനിന്റെ തെളിവെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ എവിടെയെങ്കിലൊക്കെ ഒരു കിതാബിൽ എഴുതി വെച്ച അര വരിയല്ല. ഈ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനാണ്. ഇതിന്റെ തെളിവ് പരിശുദ്ധ ഖുർആനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളാണ്. ഇതിനാദ്യ നൂറ്റാണ്ടിലുള്ള ആളുകൾ എങ്ങനെ മനസ്സിലാക്കി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദീനിൻ്റെ നിയമങ്ങൾ പറയുക. അതല്ലാതെ ഏതെങ്കിലും ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അതിന് തെളിവാവുകയില്ല. അതും പലപ്പോഴും ആ പണ്ഡിതൻ പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും അവർ സ്വീകരിക്കുകയുമില്ല. അവർക്ക് വേണ്ടതായ അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ട് ചില കാര്യങ്ങൾ സ്വീകരിച്ചു കൊണ്ടുവന്ന് അത് അവർക്കുള്ള തെളിവാക്കി ആളുകൾക്ക് മുന്നിൽ അത് അവതരിപ്പിക്കുക. ഇതൊക്കെയാണ് ഇവർ ചെയ്യാറുള്ളത്. സാന്ദർഭികമായി പറഞ്ഞതാണ്, ഈ ഷിർക്കിൻ്റെ ആളുകൾക്ക് ഒരു തെളിവുമില്ല. ഒരു തെളിവും അവർക്ക് ഒരു ഖിയാമത്ത് നാൾ വരെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി അള്ളാഹു താല പറയാണ്, ഞാൻ എന്തിന് നിങ്ങൾ ഷിർക്ക് ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഭയപ്പെടണം? അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യുന്ന കാര്യത്തെ നിങ്ങൾ ഭയപ്പെടുന്നില്ല. നിങ്ങൾക്കാകട്ടെ അള്ളാഹു യാതൊരു തെളിവും അവതരിപ്പിച്ചിട്ടില്ല. ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ഈ രണ്ട് വിഭാഗത്തിൽ ഏത് വിഭാഗത്തിനാണ് നിർഭയത്വമുള്ളത്, പേടിക്കേണ്ടാത്തതായ അവസ്ഥ ആർക്കാണുള്ളത് എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ അടുത്ത ആയത്തിൽ പറയാണ്, നിർഭയത്വമുള്ള ആളുകൾ ഇവർ മാത്രമാണ്. അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിദുൽ, അവരുടെ വിശ്വാസത്തിൽ യാതൊരു ദുൽമും കലർത്താത്തവർ, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് ഹിദായത്തുള്ളത്, അവരാണ് സന്മാർഗം പ്രാപിച്ച ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതാണ് ഈ ആയത്തിൽ അദ്ദേഹം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എടുത്തു കൊടുത്തിട്ടുള്ളത് തൗഹീദിന്റെ ഫദ്ലാണ്. കാരണം തൗഹീദിലുള്ള ഫദ്ലുള്ള ആളുകൾക്ക് രണ്ട് കാര്യമുണ്ട് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അമ്നുമുണ്ട്, ഹിദായത്തുമുണ്ട്. ഇത് ഇരു ലോകത്തും അവന് ലഭിക്കേണ്ടതായ കാര്യമാണ്. അമ്ൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം, അവൻ പേടിയില്ലാത്തൊരവസ്ഥ അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുക, അവൻ്റെ ചുറ്റുപാടിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ഹിദായത്ത് സദാ മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ്. അവൻ ആ ഹിദായത്ത് ഉണ്ടെങ്കിൽ മാത്രമേ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ ലഭിക്കുന്നത് ആർക്കാണ്? അല്ലദീന ആമനു, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കണം. വലം യൽബിസു ഈമാനഹും ബിദുൽ, അവരുടെ വിശ്വാസത്തിൽ ഒരു ദുൽമും ഒരക്രമവും കലർത്താതിരിക്കണം. ഒരക്രമത്തിന്റെ കലർപ്പും അവരുടെ വിശ്വാസത്തിൽ, ഒരു ദുൽമും അവരുടെ വിശ്വാസത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ആയത്തിലുള്ളത്. ഈ ആയത്ത് കേട്ടപ്പോൾ സഹാബികൾ സ്വാഭാവികമായും ചോദിച്ചു, ദുൽം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ദുൽം ഒരുപാട് ഇനങ്ങളുണ്ട്. ഒരാൾ മറ്റൊരാളോട് കാണിക്കുന്ന ദുൽമിൽപ്പെട്ടതാണ് അയാൾക്ക് കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു ഹക്കിൽ ഒരു വീഴ്ച വരുത്തുക. അത് മനുഷ്യർക്ക് പലപ്പോഴും സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും മറ്റൊരാളോട് കളവ് പറഞ്ഞു, ദുൽമാണത്. ഏതെങ്കിലും എന്തെങ്കിലും നിലക്ക് ദുൽമ് മനുഷ്യരിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ്, സംഭവിക്കാറുണ്ട്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ ആയത്ത് വന്നപ്പോൾ അയ്യുനാ ലം യദ്ലിം, നമ്മുടെ കൂട്ടത്തിൽ ആരാണ് അങ്ങനെ ഒരു ദുൽമും ചെയ്യാത്തതായിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വിശ്വസിക്കുകയും വലം യൽബിസു ഈമാനഹും ബിദുൽ, വിശ്വാസത്തിൽ ഒരു ദുൽമും കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾക്ക് ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് സന്മാർഗവും അവർക്കാണ് നിർഭയത്വവും ഉള്ളത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം ചോദിക്കപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്തിറക്കി, സൂറത്തുൽ ലുഖ്മാനിൽ, ഇന്ന ശിർക ലദുൽമുൻ അളീം, തീർച്ചയായും ഷിർക്കാണ് ഏറ്റവും വലിയ ദുൽമ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. അഥവാ ഈ പറഞ്ഞ ദുൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിർക്കാണെന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ആയത്ത് ഇറക്കി. ഇങ്ങനെ ഒരു ഹദീസിൽ വന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ സ്വഹാബികൾ ചോദിച്ച ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലാഹു തആല ഉടനെ എന്ത് ചെയ്യും? ആ ആയത്ത് ഇറക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അത് പറഞ്ഞു കൊടുക്കും. ചിലപ്പോഴും ചില നേരത്തെ അവിടുന്ന് കാത്തു നിൽക്കും അള്ളാഹുവിൻ്റെ വഹി വരാൻ. അവിടെ നേരത്തെ അറിയില്ലാത്ത വല്ല കാര്യമാണെങ്കിൽ അവിടുന്ന് കാത്തു നിൽക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കി കൊടുക്കും. അങ്ങനെ അല്ലാഹു വഹി ഇറക്കി ഈ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വേറെ ചില റിവായത്തിൽ കുറച്ച് വിശദമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. യാ റസൂലല്ലാഹ് അയ്യുനാ ലാ യദ്ലിം നഫ്സഹു, സാബികൾ ചോദിച്ചതപ്പോൾ അങ്ങനെയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ദുൽമ ചെയ്യാത്തത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ കമാ തഖൂലൂൻ, നിങ്ങൾ പറയുന്ന പോലെയല്ല. വലം യൽബിസു ഈമാനഹും ബിദുൽ എന്ന് പറഞ്ഞാൽ ബിശ്ശിർക്ക്, അത് ഷിർക്കാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് വിശ്വാസം ഉണ്ടായതിനു ശേഷം ഷിർക്ക് കലരാൻ പാടില്ല
എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു അവലം തസ്മഉ ഇലാ ഖൗലി ലുഖ്മാൻ ലിബ്നിഹി, ലുഖ്മാൻ തൻ്റെ മകനോട് പറഞ്ഞ കാര്യം. ലുഖ്മാൻ എന്ന് പറയുന്നത് ഒരു സാലിഹായ മനുഷ്യനാണ്. ലുഖ്മാൻ തൻ്റെ മകനോട് പറഞ്ഞ ആ ഉപദേശം നിങ്ങൾ കേട്ടിട്ടില്ലേ? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. പൊന്നുമകനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല, കാരണം ഷിർക്ക് എന്ന് പറയുന്നത് അത് വമ്പിച്ച അക്രമമാണ് എന്ന് ലുഖ്മാൻ തൻ്റെ മകനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആയത്തിൽ ഉദ്ദേശിച്ച ഉൽമ എന്ന് പറയുന്നത് അത് ഷിർക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഏതെങ്കിലും നിലക്കുള്ള ഷിർക്ക് പല ഇനങ്ങളുണ്ട്. അതൊരാളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അതിൽ കലരാതിരുന്നാൽ അവന് സന്മാർഗമുണ്ട് എന്നാണ്. അപ്പം അംൻ എന്ന് പറഞ്ഞപ്പോൾ അത് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അംന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഖിയാമത്ത് നാളിൽ ലഭിക്കുന്ന അംനാണ് എന്നാണ്. ഖിയാമത്ത് നാളിൽ അവന് ഫസ ഉണ്ടാകുന്ന, ഭയപ്പാടുണ്ടാകുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഖിയാമത്ത് നാളിൽ പെട്ടതാണ് ഒരാളുടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ഖിയാമത്ത് ആരംഭിച്ചു അവൻ്റെ ഖബറിൽ. അപ്പം ഖബറിൽ ഒരാൾക്ക് അംന് ലഭിക്കുന്നത് സഹോദരങ്ങളെ തൗഹീദ് ഉണ്ടാകുമ്പോൾ മാത്രമാണ്. തൗഹീദ് ഇല്ലാത്ത ആളുകൾക്ക് ഖബറിൽ അംനില്ല. കാഫിറിൻ്റെ ഖബർ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഹദീസുകളിൽ വളരെ വ്യക്തമായി വന്നിട്ടുണ്ട്. കാഫിറിന് ദണ്ഡുകൾ കൊണ്ട് അവൻ്റെ തലക്കടിക്കുകയാണ്. അവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. ഭൂമിയിൽ ചിലപ്പോൾ അവൻ ഉത്തരമൊക്കെ കേട്ട് മനസ്സിലാക്കിയതായിരിക്കും, പക്ഷെ അവിടെ പറയാൻ സാധിക്കുകയില്ല. ഭൂമിയിൽ അവൻ അള്ളാഹു എന്നൊക്കെ ഉച്ചരിച്ചവനായിരിക്കും, പക്ഷെ ഷിർക്കോട് കൂടിയാണ് മരണപ്പെട്ടത് എങ്കിൽ അവിടെ അവൻ ഉച്ചരിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ റബ്ബ് ആരാണെന്നുള്ള ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. ഒരുപാടൊന്നും ഉത്തരം പറയാനില്ല. റബ്ബി അള്ളാഹ് എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ അതെല്ലാവർക്കും പറയാൻ സാധിക്കുകയില്ല. കാഫിറുകൾ ഹാ ഹാ ലാ അദ്രി, ഹാ ഹാ എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുത്തിട്ട് ഇതാരാണെന്ന് ചോദിക്കും. അവന് ജനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്കറിയില്ല. ഇതാണ് കാഫിർ പറയുക. എന്നാൽ സഹോദരങ്ങളെ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ലഹുമുൽ അംൻ, അവന് നിർഭയത്വമുണ്ട് എന്നാണ്. ഇനി പരലോകത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ, മഹ്ശറിലാകട്ടെ, അതുപോലെ തന്നെ സിറാത്ത് പാലം കിടക്കുന്ന സമയത്താകട്ടെ, ഏത് സാഹചര്യത്തിലാകട്ടെ സഹോദരങ്ങളെ, അംനുണ്ടാവുക തൗഹീദുള്ള ആളുകൾക്കാണ് എന്നാണ്. എന്നാൽ ആ തൗഹീദുള്ള ആളുകൾക്കെല്ലാം ഒരേ നിലക്കുള്ള ഒരേ ദറജയിലുള്ള അംനല്ല, അതിൽ വ്യത്യസ്തതയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് തഹ്ഖീഖ് തൗഹീദ് സാക്ഷാത്കരിക്കുക എന്ന് പറയുന്ന അധ്യായത്തിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കും. എല്ലാവരും ഒരേപോലെയല്ല. ആ സിറാത്തിൽ തന്നെ കിടക്കുന്ന ആളുകളുടെ വേഗതകൾ വ്യത്യസ്ത രൂപത്തിലാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. മിന്നൽ പിടരങ്ങൾ പോലെ സിറാത്തിലൂടെ അപ്പുറത്തേക്ക് എത്തുന്ന ആളുകളുണ്ട്. പല നിലക്ക് സിറാത്തിലേക്ക് അപ്പുറത്തേക്ക് എത്തുന്ന ആളുകളുണ്ട്. അത് ഈ തൗഹീദിൻ്റെ ഖുവ്വത്തനുസരിച്ചിട്ടാണ്. തൗഹീദ് എത്രമാത്രം അവൻ സാക്ഷാത്കരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ ആളുകളും ഒരുപോലെയല്ല, പക്ഷേ അവർക്ക് മൊത്തത്തിൽ നിർഭയത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അല്ല, അവർക്ക് മാത്രമാണ് ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് അംനുള്ളത്. വഹും മുഹ്തദൂൻ, അവർക്ക് സന്മാർഗമുണ്ട് എന്നാണ്. ഇനി വഹും മുഹ്തദൂൻ എന്നുള്ളതിന് ചില പണ്ഡിതന്മാർ പറഞ്ഞുള്ളത് ഹാദാ ഫി ദുനിയ, ദുനിയാവിൽ അവന് ഹിദായത്ത് ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ദുനിയാവിൽ അവന് ഹിദായത്തുണ്ട്, പരലോകത്ത് അതിൻ്റെ പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അംനും നൽകിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ വേറെ ചില ഉലമാക്കൾ പറഞ്ഞു, അല്ല, ഇവിടെ പറയുന്ന അംന് ദുനിയാവിലും ഹിദായത്ത് ദുനിയാവിലും അംന് ആഖിറത്തിലും അങ്ങനെയല്ല, മറിച്ച് ഇത് രണ്ടും രണ്ട് ലോകത്തും അവൻ ലഭിക്കുമെന്നാണ്. നിർഭയത്വം ദുനിയാവിൽ ലഭിക്കും, ഹിദായത്തും ദുനിയാവിൽ ലഭിക്കും. അതുപോലെ നിർഭയത്വം ഹിദായത്തും പരലോകത്തും അവൻ ലഭിക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ദുനിയാവിലുള്ള നിർഭയത്വം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, തൗഹീദ് കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ നിർഭയത്വമാണ് തുമഅ്നീനത്തുൽ ഖൽബ്, ഖൽബിന് മനസ്സമാധാനം ഒരാൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇത് തൗഹീദ് ഇല്ലാത്ത ഒരാൾക്ക് ഉണ്ടാവുകയില്ല. അത് ഷിർക്കിൽ നിന്നും മറ്റുമൊക്കെ വന്ന ആളുകളോട് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഷിർക്കിൽ അകപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിന് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ദീനുണ്ടാകണം, അതായത് ദീനിനോട് താല്പര്യം വേണം. ഒരു നിരീശ്വരവാദിക്ക് ആ പ്രയാസം ചിലപ്പോൾ തോന്നിക്കൊള്ളുന്നില്ല എല്ലാ സമയത്തും. എന്നാൽ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു സമാധാനവും ലഭിക്കുകയില്ല, പേടിയായിരിക്കും. ഓരോ ഷിർക്കിൻ്റെ കാര്യങ്ങൾ കൊണ്ട് അവന് തൃപ്തിപ്പെടുകയില്ല. പല ജാറങ്ങളിൽ പോകുന്നുണ്ട്, മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. എവിടെ പോയാലാണ് ആശ്വാസം കിട്ടുക? അപ്പോൾ ചില ആളുകൾ നാഗൂർ പോകണം, അവിടെ പോകുന്നത് ഒരു അവൻ്റെ ഹൃദയത്തിന് സമാധാനം. അവിടെ പോകുന്നു, അവിടെ നിന്ന് പ്രയാസപ്പെടുന്നു, കാരണം ഇത് ഇവിടുന്ന് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അവിടുത്തെ അജ്മീറിലേക്ക് പോകുന്നു, ഇനി ഭീമാപള്ളിയിലേക്ക് പോകുന്നു, ഉള്ളാളത്തേക്ക് പോകുന്നു, സമാധാനം കിട്ടുന്നില്ല. ഇനി പറയുന്ന ഷിർക്കൻ വിശ്വാസങ്ങളെ ആരെങ്കിലും എതിർത്താൽ അവന് പേടിയാണ്. അത് പേടിയാണ്, അത് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഗൈബിയായ ഉപദ്രവങ്ങളെ പേടിക്കുകയാണ്. ജിന്ന് ഉപദ്രവിക്കും, അതല്ലെങ്കിൽ ആ രൂപത്തിൽ ഇന്ന് അവിടുത്തുള്ള ശൈത്താൻ ഉപദ്രവിക്കും എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാത്ത രൂപത്തിൽ പേടിയുമായിട്ടാണ് എപ്പോഴും നടക്കുന്നത്. അങ്ങനെ വീട്ടിൻ്റെ അകത്തളങ്ങളിലാണെങ്കിലും ശരി, അവൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉപദ്രവം ചെയ്യുമെന്ന പേടിയിലാണ്. ഒരിക്കലും ഒരു മുഅ്മിൻ ഉണ്ടാകാൻ പാടില്ല.
ഇന്ന ശക്തി എന്നെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ ഇന്ന ആൾ എന്തെങ്കിലും ചെയ്ത് അതിനെ ഉപദ്രവിക്കുമെന്ന് പേടിച്ച് കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുൽ ചെയ്യുന്നതിന് പകരം അതിനെ പേടിച്ചുകൊണ്ട് ഖൗഫു സിർ ഉണ്ടാവുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഒരിക്കലും പാടില്ല. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആയത്തിന് തൊട്ട് മുമ്പ് ചോദിച്ചത്, വകൈഫ അഖാഫു മാ അശ്റക്തും, നിങ്ങൾ ഈ ശിർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ എന്തിനു ഭയപ്പെടണം, ഞാൻ എങ്ങനെ ഭയപ്പെടും, എനിക്കതിന് യാതൊരു പേടിയൊന്നുമില്ല. ഒരു മുഅ്മിൻ അങ്ങനെ ഉണ്ടാവേണ്ടതില്ല. അല്ല, ഈ ആളുകൾ ശിർക്ക് സംഭവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലുമൊക്കെ ഒരു ദർഗയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലെ പേടിയാണ്. നേരെ അങ്ങനെ തിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അതൊരു അദബുകേടാകുമോ എന്ന് പറഞ്ഞാൽ അവിടെ പോലും പേടിയാണ്. അതെന്തെങ്കിലുമൊക്കെ എനിക്ക് ദോഷം ഉണ്ടാക്കും, അവിടെ കൊടുക്കുന്ന രൂപ കുറഞ്ഞു പോയാൽ അത് ദോഷം ഉണ്ടാക്കും. യാത്ര പോകുമ്പോൾ ആ ചുരം കയറുന്നതിന് മുമ്പുള്ളൊരു ദർഗയുണ്ട്, അവിടെ എന്തെങ്കിലും ഒരു രൂപ ഇട്ടിട്ടില്ലേ പേടിയാണ്, എന്തെങ്കിലും അപകടം ഉണ്ടാകും, അവിടെ ഇട്ടതിനെ സമാധാനം. ഇതാണ് സഹോദരങ്ങളെ ഖൗഫ്. ഇത് പേടിയാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ മറ്റൊരാളോട് ഉണ്ടാകാൻ പാടില്ല. അവിടെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും എന്ന വിശ്വാസം അവനുള്ളത് എങ്കിൽ പിന്നെ ഹൃദയത്തിന് എന്ത് സമാധാനം ഉണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കണം, ഇത് തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ അങ്ങനെ യാതൊരു പേടിയില്ല. എന്തവസ്ഥ ഉണ്ടായാലും ശരി, അള്ളാഹു എന്നെ രക്ഷിക്കും, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നവന് ഉറച്ച വിശ്വാസം ഉണ്ടാകും. ഏത് പ്രയാസം ഉണ്ടായാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടും. ഞാൻ നന്നായാൽ മതി, ഞാൻ നന്നാണോ, എൻ്റെ വിശ്വാസം നന്നാണോ, എൻ്റെ അമലുകൾ നന്നാണോ, എനിക്കൊന്നും പേടിക്കാനില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തും. നമ്മൾ പേടിക്കണം നമ്മുടെ പാപങ്ങളെ കുറിച്ച് മാത്രമാണ്. നമ്മൾ എങ്ങനെ അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ നമ്മൾ എങ്ങനെ, ഇതാണ് നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. മറ്റൊന്നും തൗഹീദുള്ള അത് സാക്ഷാത്കരിച്ച ഒരാൾക്ക് ഒരു പേടി ഉണ്ടാവില്ല. ശത്രുക്കൾ എത്ര പ്രയാസപ്പെടുത്തിയാലും ബുദ്ധിമുട്ടിച്ചാലും ശരി, തൗഹീദുണ്ടോ, അതിന് സാക്ഷാത്കരിക്കുന്ന അമലുകൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, അവന് വളരെ സന്തോഷമായിരിക്കും. അതാണ് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത്, ലൗ അലിമൽ മുലൂകു അബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീ ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്. ഭരണാധികാരികളും അവരുടെ മക്കളുമൊക്കെ നമ്മളുള്ളതായ ഈ അവസ്ഥയെക്കുറിച്ച് അറിയുമായിരുന്നെങ്കിൽ ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്, അത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി ചാട്ടവാറടിച്ചുകൊണ്ട് അവർ ഞങ്ങളുടെ പുറകിൽ വരുമായിരുന്നു എന്നാണ്. കാരണം എല്ലാ മനുഷ്യന്മാരും സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുകയാണ്. പൈസ ഉണ്ടാക്കുമ്പോൾ ഒക്കെ മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല സമാധാനം കിട്ടണം എന്നാണ്. അല്ലെങ്കിൽ കുറേ എന്ത് ലക്ഷറി പ്രൊഡക്ട്സ് വാങ്ങിയാലും ശരി, വലിയ വലിയ സൗധങ്ങൾ പണിഞ്ഞ് അതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ ഒക്കെ മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ ഇതൊന്നും യാതൊരു കാര്യമില്ല. അപ്പം നല്ല എൻജോയ്മെൻറ്റ് കിട്ടണം, എപ്പോഴും മനസ്സ് നല്ല സന്തോഷത്തിൽ നിൽക്കണം. അങ്ങനെ സ്ഥലങ്ങൾ മാറി മാറി പോകണം, ഭക്ഷണങ്ങൾ മാറി മാറി കഴിക്കണം, ആവശ്യമുള്ളിടത്തൊക്കെ പോകാൻ പറ്റും, ഒക്കെ സമാധാനമാണ് മനസ്സിൽ എപ്പോഴും ആഗ്രഹിക്കുന്നത്. സമാധാനം ഇല്ലെങ്കിൽ എത്ര രുചികരമായ ഭക്ഷണം മുന്നിൽ വെച്ചാലും അത് തിന്നാൻ കഴിയില്ല, അതിനൊരു ടേസ്റ്റ് അതിന് ഫീൽ ചെയ്യില്ല. സമാധാനം ഇല്ലെങ്കിൽ എത്ര വലിയ മനോഹരമായ കാഴ്ചകൾ കണ്ടാലും അതിന് അതൊരു ഭംഗിയായി തോന്നുകയില്ല. സമാധാനം ഇല്ലെങ്കിൽ ഒരു കാര്യത്തിലും, ഒരു ബന്ധത്തിലും, ഒരു യാത്രയിലും, ഒരു ഭക്ഷണത്തിലും, ഒരു വസ്ത്രത്തിലും, ഒന്നിലൊരു ഒരു വീട്ടിലും യാതൊരു ആശ്വാസം സന്തോഷം അവന് പകരുകയില്ല. സമാധാനം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞങ്ങൾ ഈ അനുഭവിക്കുന്ന ഈ സമാധാനം ഈ പറയുന്ന ആളുകളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ചാട്ടാവാറടിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്നും അത് കീഴ്പ്പെടുത്തുമായിരുന്നു എന്നാണ്. കാരണം ഈ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ പല കാര്യങ്ങളും കണ്ടുപിടിക്കുകയും പല കാര്യങ്ങൾ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നാണ്. അപ്പം ആ ഏറ്റവും വലിയ സമാധാനം ലഭിക്കുന്നത് സഹോദരങ്ങളെ തൗഹീദാണ്. അപ്പം അങ്ങനെയുള്ള സമാധാനം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ പുനഃപരിശോധിക്കണം. നമുക്ക് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ തൗഹീദ് അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാകാം. അതല്ലെങ്കിൽ അത് സാക്ഷാത്കരിക്കുന്ന, അതിനെ പൊളിച്ചു കളയുന്ന വല്ല കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കുന്നിടത്ത് അവനെന്തെങ്കിലും അപാകതകൾ ഉണ്ടായേക്കാം. ഇങ്ങനെ അപാകതകൾ ഉണ്ടാകുമ്പോഴാണ് അവൻ്റെ മനസ്സിൽ സമാധാനം കുറയുന്നത്. തിന്മകൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളാണ്. തിന്മകൾ സംഭവിക്കുമ്പോൾ മനസ്സിൻ്റെ സമാധാനങ്ങൾ കുറയും. അള്ളാഹുൽ ഉറച്ച് തവക്കുൽ ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹുൽ ഉറച്ച് തവക്കുൽ ചെയ്യാനുള്ള യഖീനൊക്കെ കിട്ടണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ജീവിക്കാൻ സാധിക്കണം. അല്ലാത്ത ആളുകൾക്ക് പേടിയായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ് കൊണ്ട് ഹൃദയത്തിന് വലിയ സമാധാനം ലഭിക്കും. അതേപോലെ തന്നെ ഹിദായത്തും ദുനിയാവിൽ ലഭിക്കും. ദുനിയാവിൽ അവൻ സദാ ആവശ്യമുള്ള കാര്യമാണല്ലോ ഹിദായത്ത് എന്ന് പറയും. ഓരോ ഘട്ടത്തിലും അവന് ഹിദായത്ത് ആവശ്യമാണ്. തൗഹീദ് ഇല്ലാത്ത ആളുകൾ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്കാണ് പോയിക്കൊണ്ടേയിരിക്കുക. അവൻ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. എന്നാൽ തൗഹീദ് ഉണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെന്ത് ചെയ്യും? കൂടുതൽ ശരിയിലേക്ക്, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യും? അള്ളാഹു നമ്മളെ വഴി നടത്തും എന്നുള്ളതാണ്. അതേപോലെ പരലോകത്തും ഹിദായത്തുണ്ട്. പരലോകത്ത് അവന് ഹിദായത്ത് ലഭിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി നൽകിയിട്ടാണ്. അങ്ങനെ അവസാനം അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യും? അവിടെ അള്ളാഹു തആല നമുക്ക് നൽകും. നമുക്കും തൃപ്തി ഉണ്ടാകുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് നൽകും. എന്നാൽ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം, ഈ അമ്നാണെങ്കിലും ശരി, ഹിദായത്താണെങ്കിലും ശരി,
നമ്മുടെ ഈമാൻ എത്ര കണ്ട് സുരക്ഷിതമാണ്, എത്ര കണ്ട് കവിയാണ്, ശക്തമാണ്, അതനുസരിച്ചിട്ടാണ് ഒരാൾക്ക് ഉണ്ടാവുക. എല്ലാ ആളുകൾക്കും ഒരേ നിർഭയത്വം, എല്ലാ ആളുകൾക്കും ഒരേ സന്മാർഗത്തിൻ്റെ ദറജയുമല്ല, പദവിയുമല്ല, അത് വ്യത്യസ്തമായിട്ടുണ്ടാകും. അത് ഏറ്റവും പൂർണ്ണമായി സഹോദരങ്ങളെ ഒരാൾക്ക് ലഭിക്കുന്നത് അവൻ ഒരു അദാബുമില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. ഒരു അദാബുമില്ല, ഒരു ശിക്ഷയുമില്ലെന്ന്, അവൻ്റെ ഖബർ ശിക്ഷ അതില്ല, അവൻ എളുപ്പമാണ്. അതുപോലെ തന്നെ പരലോകത്തുള്ള ഓരോ ഘട്ടവും എളുപ്പമായി അവൻ സ്വർഗത്തിലേക്ക് ഒരു അദാബുമില്ലാതെ പ്രവേശിച്ചാൽ അവർ ഉന്നത സ്ഥാനങ്ങളിലുള്ള ആളുകളാണ്. അവർക്കാണ് ഏറ്റവും മുന്തിയ അമ്നും മുന്തിയ ഹിദായത്തും ലഭിച്ചിട്ടുള്ളത് എന്നാണ്. എന്നാൽ ചില ആളുകൾക്ക് തൗഹീദ് ഉണ്ട് എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും ശാശ്വതമായി നരകത്തിൽ കടക്കുകയില്ല എന്നൊരു നിർഭയത്വം അല്ലാഹു തആല നൽകും. അവന് എന്തേ ഉണ്ടാവുകയുള്ളൂ? അദാബു ദുഖൂലേ ഉണ്ടാവുകയുള്ളൂ, അദാബുൽ ഖുലൂദ് ഉണ്ടാവുകയില്ല. പ്രവേശിച്ച് നരകത്തിൽ പ്രവേശിക്കുന്ന ഒരു ശിക്ഷ അവരുണ്ടാകും. പക്ഷെ തൗഹീദുള്ളവൻ ഒരിക്കലും അല്ലാഹു തആല കാലാകാലം എന്ത് ചെയ്യുകയില്ല, അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുകയില്ല, ഒരിക്കലും അവിടെ ആക്കുകയില്ല. എന്നാൽ തൗഹീദ് കൃത്യമായി സാക്ഷാത്കരിച്ച ആളുകൾ നരകത്തിൽ അവൻ ഒരിക്കലും പ്രവേശിക്കുകയില്ല. അല്ലാഹു തആല പറഞ്ഞതുപോലെ വഇൻ മിൻകും ഇല്ലാ വാരിദുഹ, നിങ്ങളിൽ ചില ആളുകൾ അതിൻ്റെ അടിയിലൂടെ നടന്നു പോകും, സിറാത്തിലൂടെ അപ്പുറത്തേക്ക് പടമുക, താഴെ നരകമാണ്. അപ്പം അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അവർ ഒരിക്കലും നരകം അവർ സ്പർശിക്കുന്നില്ല. അല്ലാഹു കൂട്ടർ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ പറയുന്നത് അല്ലദീന ആമനു, വിശ്വസിക്കുകയും. വിശ്വാസം എങ്ങനെയായിരിക്കണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. തൗഹീദ് അല്ലാഹു തആല പറഞ്ഞതുപോലെ വിശ്വസിക്കണം. വലം യൽബിസു ഈമാനഹും ബിദുൽ, ആ വിശ്വാസത്തിൽ ഒരു ഷിർക്കും ഉണ്ടാകാൻ പാടില്ല. ആ ഷിർക്കിൽ വലിയ ഷിർക്കും ചെറിയ ഷിർക്കും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നാണ്. കാരണം ചെറിയ ഷിർക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായാലും അമലുകളൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ നിസ്കരിക്കുന്നത് അതിലൊരാൾ ഒരാളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ആ നിസ്കാരമൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടാകും. സ്വതക്കം കൊടുക്കുന്നത് പൊളിഞ്ഞു പോയിട്ടുണ്ടാകും. നിർബന്ധമായ നിസ്കാരം, നിർബന്ധമായ സക്കാത്ത്, നിർബന്ധമായ നോമ്പ്, നിർബന്ധമായ ഹജ്ജ്, ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ ഒരാൾക്ക് റിയാ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പരലോകത്ത് പോയാൽ അതെല്ലാം പൊളിഞ്ഞ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. നന്മയുടെ തുലാസിൽ അതൊന്നും ഉണ്ടാവുകയില്ല. നേരത്തെ പറഞ്ഞ ആയത്ത് അത് ചെറുതും വലുതുമായ ഷിർക്കിന് പണ്ഡിതന്മാർ ഓതിയിട്ടുള്ളതാണ്. ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ എന്ന് പറഞ്ഞ അവസ്ഥ വരും. അതുകൊണ്ടാണ് സ്വഹാബികൾ ഈ പറയുന്ന റിയാഇനെ കുറിച്ചും ലോകമാന്യതയെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ ഭയപ്പെട്ടത്. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് സൽക്കർമ്മങ്ങൾ ഒരുപാടുണ്ടാകും, പക്ഷെ റിയാവോട് കൂടിയ സൽക്കർമ്മങ്ങളാണ് എങ്കിൽ അത് നന്മയുടെ തുലാസിന് വലിയ ഭാരമുണ്ടാവുകയില്ല, തൂങ്ങുകയില്ല. അതുകൊണ്ട് വലം യൽബിസു ഈമാനഹും ബിദുൽ എന്ന് പറയുമ്പോൾ ചെറുതും വലുതുമായ എല്ലാ ഷിർക്കിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം. ചെറിയ ഷിർക്കും വലിയ അപകടമാണ്. വൻ പാപങ്ങളെക്കാളും വലിയ അപകടമാണ് ചെറിയ ഷിർക്ക് എന്ന് പറയുന്നത്. കാരണം ഈ സംഭവിച്ചു പോയത് ചിലപ്പോൾ ചില ആളുകൾ തിരിച്ചറിയുക പോലുമില്ല. ചില ആളുകൾ അവർക്ക് സംഭവിക്കുന്നത് ചെറിയ ഷിർക്കാണെന്നുള്ളത് തിരിച്ചറിയുക പോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു കറുത്ത രാത്രിയിൽ ഒരു കറുത്ത പാറപ്പുറത്ത് ഒരു കറുത്ത ഉറുമ്പ് എങ്ങനെയാണോ അതിൽ നിന്നും ഇഴഞ്ഞു വരുന്നത്, അതുപോലെ ഷിർക്ക് നമ്മളിലേക്ക് പ്രവേശിക്കുമെന്നാണ്. അതുകൊണ്ട് സഹാബികൾ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരുന്നു. അവർ അമലുകളെ കുറിച്ചിട്ടൊക്കെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരുന്നു. നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളിലും അവർ വളരെയധികം ജാഗ്രത പുലർത്തിയത് സഹോദരങ്ങളെ ഈ ഒരു നിലക്കുള്ള ഷിർക്കും ജീവിതത്തിൽ സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. കാരണം അങ്ങനെ സംഭവിച്ചാൽ അമ്നും ഹിദായത്തും കുറഞ്ഞു പോകും, പരലോകത്ത് നഷ്ടക്കാരായി തീരും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കുക. അടുത്ത തെളിവായി അദ്ദേഹം കൊടുത്തത് وعن عبادة بن الصامت رضي الله عنه قال رسول الله صلى الله عليه وسلم من شهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله وأن عيسى عبده ورسوله وكلمته ألقاها إلى مريم وروح منه والجنة حق والنار حق أدخله الله الجنة على ما كان من العمل അഖ്റജാഹു എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി മുസ്ലിമും രണ്ടുപേരും അത് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മഹാനായ സ്വഹാബി ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹീദ, ആരാണോ സാക്ഷ്യം വഹിക്കുന്നത്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, അവൻ ഏകനാണ്, അവൻ യാതൊരു പങ്കുകാരനുമില്ല, വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് അല്ലാഹുവിന്റെ അടിമയും ദൂതനുമാണ്, വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു, ഈസ അല്ലാഹുവിന്റെ അടിമയും ദൂതനുമാണ്, വകലിമതുഹു അൽഖാഹ ഇലാ മറിയമ വറൂഹും മിൻ, അദ്ദേഹത്തിന്റെ ആ കലിമ അതെന്താണെന്ന് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അത് മറിയമിലേക്ക് നിക്ഷേപിക്കുകയും അല്ലാഹുവിൽ നിന്നുള്ള റൂഹുമാണ് അദ്ദേഹം. വൽ ജന്നത്ത് ഹഖുൻ, ജന്നത്ത് സ്വർഗമാണ്, സ്വർഗം അത് ഹക്കാണ്. വന്നാർ ഹഖുൻ, നരകം ഹക്കാണ്, സത്യമാണ്. ഇതൊക്കെ ഒരാള് ഷഹാദത്ത്, ഒരാളത് സാക്ഷ്യം വഹിച്ചാൽ
അദ്ഖലഹുല്ലാഹുൽ ജന്ന അലാ മാ കാന മിനൽ അമൽ, അവൻ്റെ അമലുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. വിശദീകരിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി പറഞ്ഞ കാര്യം തന്നെ വളരെ ഗൗരവമുള്ള കാര്യമാണ്, ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. മൻ ഷഹിദ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ ഖാല എന്ന് പറഞ്ഞിട്ടില്ല. മൻ ഷഹിദ, ഒരാൾ സാക്ഷ്യം വഹിക്കണം. ഒരാൾ കേവലം പറയുന്നതും സാക്ഷ്യം വഹിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന് സാക്ഷ്യം വഹിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ എന്നല്ല. പറഞ്ഞാൽ എന്ന് പറയുന്ന റിവായത്തുകൾ വന്നിട്ടുണ്ട്, പക്ഷെ അതിന് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നിബന്ധനകൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വരുന്നുണ്ട് അത്തരം ഹദീസുകൾ. മൻ ഷഹിദ, ഷഹാദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് മൻ തയഖന ബിഖൽബിഹി വഅഖറ ബിലിസാനിഹി വഹഖഖ ബിഅമലിഹി, ഇതാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. മൻ തയഖന ബിഖൽബി, ഒന്നാമത് ഹൃദയം കൊണ്ട് അവൻ ഉറപ്പിക്കണം, ഹൃദയം കൊണ്ട് അറിഞ്ഞു മനസ്സിലാക്കണം, എന്നാലേ ഷഹാദത്ത് എന്ന് പറയുള്ളൂ. ഞാൻ എന്താണ് സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരാൾക്ക് അറിവുണ്ടാകും, എന്നാലേ സാക്ഷ്യം വഹിക്കാൻ പറ്റുള്ളൂ. ഒരാൾക്കത് സാക്ഷ്യം വഹിക്കണമെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഭാഷയിൽ ചൊല്ലിയത് കൊണ്ട് അവൻ അതിൻ്റെ ആളായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും അറബി അറിയാത്ത ഒരാളോട് ഷഹാദത്ത് കലിമ അവൻ്റെ ഭാഷയിൽ, ഉദാഹരണത്തിന് അറബി വായിക്കാൻ അറിയാത്ത ഒരാളോട്, ഇവിടെയുള്ളൊരു ഏതെങ്കിലും ഒരു അമുസ്ലിമായ മനുഷ്യനോട് ഇത് അഷ്ഹദു എന്നുള്ള മലയാളത്തിൽ എഴുതിയാൽ വായിക്കാൻ പറ്റും. അങ്ങനെ വായിച്ചു എന്നുള്ളത് കൊണ്ട് ഉടനെ മുസ്ലിം ആവുകയില്ല. അവൻ്റെ ശിർക്കിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അവൻ്റെ മനസ്സിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല, എന്താണ് ആ പറഞ്ഞതെന്ന് യാതൊരു അവൻ മനസ്സിലായിട്ടില്ല. അങ്ങനെ അമ്പലത്തിലും അല്ലെങ്കിൽ വിഗ്രഹങ്ങളൊക്കെ ആരാധിക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ യേശുവിനെ ആരാധിക്കുന്നവനായിരിക്കും, ഒരുപാട് ദൈവങ്ങൾ ആരാധിക്കുന്നവനായിരിക്കും. അപ്പം ഇങ്ങനെ വെറുതെ ഒരു ടെക്സ്റ്റിൽ നമ്മൾ എഴുതി കൊടുത്തു, അവൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ, അപ്പോൾ മുസ്ലിമായോ? മുസ്ലിമാവാൻ സാധിക്കുകയില്ല. അവനെന്താണ് ആ പറയുന്നത് എന്നുള്ളത് ഹൃദയം കൊണ്ട് അറിയണം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളൂ, അവനോടേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന കാര്യം അവൻ അറിയണം. അതാണ് മൻ തയഖന ബിഖൽബി. എന്നിട്ട് അഖറ ബിലിസാനി, നാവ് കൊണ്ട് ഉച്ചരിക്കുകയും വേണം. ഉച്ചരിക്കൽ നിർബന്ധമാണ്. എന്നാലും ദുനിയാവിൽ അവനെ മുസ്ലിമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉച്ചരിക്കണം. അവിടെ പണ്ഡിതന്മാർ ഇളവ് നൽകിയത് ഒരു ഊമയായ മനുഷ്യന് മാത്രമാണ്. ഊമയായ മനുഷ്യനെ സംബന്ധിച്ച് ഉച്ചരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഷഹാദത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം വഅഖറ ബിലിസാനിഹി, അവരുടെ നാവ് കൊണ്ട് അംഗീകരിക്കുക എന്ന് പറയുന്നത്, നാവ് കൊണ്ട് അവൻ ചൊല്ലി പറയേണ്ടതില്ല, അവനൊരു നാവുണ്ട്, അതുകൊണ്ട് അവൻ അംഗീകരിച്ചാൽ അത് മതി. അതേപോലെ വഹഖഖ ബിഅമലിഹി, അവൻ്റെ അമലുകൾ കൊണ്ട് അതിനെ സാക്ഷാത്കരിക്കണം എന്ന് പറഞ്ഞാൽ തൗഹീദിനെ പൊളിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരാൾ അറിഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറയുന്നുണ്ട്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അമലുകൾ കൊണ്ട് അതിന് സാക്ഷ്യം വഹിക്കുന്നില്ല, സാക്ഷാത്കരിക്കുന്നില്ല. നേരെ ശിർക്കിന്റെ പണിയൊക്കെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ നിന്നും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന റസൂലുള്ളാഹ് എന്നൊക്കെ ബാങ്കൊക്കെ വിളിക്കും. നേരെ കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ പോയി ഒന്ന് ദർഗയിൽ പോയി ഒന്ന് അവിടെ ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് അവിടെയുള്ള മഹാനോട് ഒന്ന് തേടി എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് സഹായം തേടി, ഇനി പല പേര് വിട്ട് ഇസ്തിഗാസ എന്നൊക്കെ പറഞ്ഞു. സഹോദരങ്ങൾ, ഷഹാദത്തായിട്ടില്ല. കാരണം അവൻ പറഞ്ഞ കാര്യം അവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു ഉറപ്പിച്ച് നാവ് കൊണ്ട് പറഞ്ഞ കാര്യം അവൻ പൊളിക്കുന്ന പ്രവൃത്തിയാണ് ഉടനെ ചെയ്തത്. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ നോക്കൂ, മുനാഫിക്കുകളായ ആളുകൾ അവർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലു ഇന്നക റസൂലുള്ളാഹ്. മുനാഫിക്കുകൾ വന്നു കഴിഞ്ഞാൽ അവർ പറയും ഇന്നക റസൂലുള്ളാഹ് വല്ലാഹു യശ്ഹദു ഇന്നക റസൂലു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സാക്ഷ്യം വഹിച്ചു താങ്കൾ അല്ലാഹുവിൻ്റെ റസൂലാണ്, വലാകിന്നൽ മുനാഫിഖീന ലകാദിബൂൻ. പക്ഷെ മുനാഫിക്കുകൾ കളവ് പറയുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുനാഫിക്കുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം വന്ന് നിസ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ പല കാര്യങ്ങളിലും ഒപ്പം ഉണ്ടായിട്ടുണ്ട്. അവർ മുസ്ലിമായോ? ഇപ്പം നാവ് കൊണ്ട് വെറുതെ പറഞ്ഞാൽ മുസ്ലിം ആവണമെങ്കിൽ മുനാഫിക്കുകളെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം മുനാഫിക്കളുടെ സ്വഭാവം തന്നെ ബാഹ്യമായി ഇസ്ലാം കാണിക്കുക, ഉള്ളിൽ തനിച്ച കുഫ്റായിരിക്കും, ദീനിനോടുള്ള വിരോധമായിരിക്കും, ഇസ്ലാമിനോടുള്ള വിരോധമായിരിക്കും, ബഹുദൈവാരാധനയായിരിക്കും, റസൂലിനോടുള്ള വെറുപ്പായിരിക്കും. ഇതാണ് മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. ഉള്ളിൽ അങ്ങനെ ആയിരിക്കും. പുറത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയും, ചിലപ്പോൾ നിസ്കരിക്കും, ചിലപ്പോൾ ആളുകളോടൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ കേവലം നാവ് കൊണ്ട് പറഞ്ഞാൽ രക്ഷപ്പെടണമെങ്കിൽ മുനാഫിക്കുകൾ രക്ഷപ്പെടണം. മുനാഫിക്കുകൾ എന്ന് അവരെ പറയേണ്ടതില്ല. വെറുതെ പറഞ്ഞാൽ മതി എന്നാണെങ്കിൽ എല്ലാവരും മുസ്ലിമാണെന്ന് പറഞ്ഞാൽ മതി. അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകൾ എന്നാണ് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത്. അള്ളാഹു തആല പറയുന്നുണ്ട്, അവർ താങ്കൾ റസൂലാണെന്ന് പറയും, പക്ഷേ മുനാഫിക്കുകൾ കള്ളമാണ് പറയുന്നത്. കാരണം അവർ മൻ തയഖന ബിഖൽബിഹി എന്ന് പറയുന്ന കാര്യമില്ല. അപ്പം അതുണ്ടെങ്കിലേ ഷഹാദത്താവുള്ളൂ. വെറുതെ ഞാൻ സാക്ഷ്യം വഹിച്ചു എന്ന് പറഞ്ഞ കാര്യമില്ല. ഹൃദയം കൊണ്ട് അവൻ എന്ത് ചെയ്യണം? അത് ഉറപ്പിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്.
അതേപോലെ സഹോദരങ്ങളെ, അമലുകൾ അത് ഷഹാദത്തിനെ പൊളിച്ചു കളയുന്ന അമലുകളൊന്നും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായ കാര്യമാണ്. അതിന് വളരെ ശരിയായി നമ്മൾ മനസ്സിലാക്കണം. എന്ന് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഷഹിദ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു ഫായിദ കൂടി മനസ്സിലാക്കണം. ഷഹാദത്ത് അറിവോടുകൂടി മാത്രമേ ഒരാൾക്ക് ലഭിക്കുകയുള്ളൂ. അറിവില്ലാതെ സാക്ഷ്യം വഹിക്കുന്നതിന് ഷഹാദത്ത് പറയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖി വഹും യഅലമൂൻ, സത്യത്തിന് വേണ്ടി സത്യം കൊണ്ട് സാക്ഷ്യം വഹിച്ചവർ ഒഴികെ, വഹും യഅലമൂൻ അത് അറിഞ്ഞുകൊണ്ട്. രക്ഷപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ വഹും യഅലമൂൻ ആ സാക്ഷ്യം വഹിച്ചത് അറിഞ്ഞുകൊണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. എന്ന് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് താങ്കൾ അറിയണം, പഠിക്കണം എന്നാണ് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം എന്ന് മാത്രമല്ല, അത് നീ പഠിച്ചു മനസ്സിലാക്കി പറയണം എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? നമ്മൾ വിശദീകരിച്ചതായതുകൊണ്ട് അധികം വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്നാണ്. അത് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന അർത്ഥം ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. അത് ദീന് കൊണ്ടും തെറ്റാണ്, അതുപോലെ തന്നെ വാക്യം കൊണ്ടും സംഭവിക്കുന്ന കാര്യങ്ങൾ കൊണ്ടും തെറ്റാണ്. ദീന് കൊണ്ട് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഭാഷാ നിയമപ്രകാരം അവിടെ ഒരു ഭാഷയുടെ നിയമങ്ങൾ അറിയുന്ന ആളുകൾക്കറിയാം. ആ ഇലാഹിന് ഒരു ഖബറുണ്ട്, അല്ലാഹ്ക്ക് ഒരു ഇസ്മും ഒരു ഖബറുണ്ട്. അത് ഭാഷാപരമായ നിയമം, അതവിടെ സൂചിപ്പിച്ചിട്ടില്ല. അപ്പം ആ ഖബർ എന്താണ്? ലാ ഇലാഹ, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, മൗജൂദ് എന്നാണ് സൂഫികൾ പറയുന്നത്. അങ്ങനെ മൗജൂദായില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പലതരത്തിൽ ദുർവ്യാഖ്യാനം പറഞ്ഞവരുണ്ട്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളത് അത് മഅബൂദ് ബിഹഖ് എന്നാണ്. ദാലിക ബിഅന്നല്ലാഹു ഹുവൽ ഹഖ്, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഹക്കായിട്ടുള്ളത്. വഅന്ന മാ യദഊന മിൻ ദൂനിഹിൽ ബാത്തിൽ, അവനെ പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം ബാത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ബിഹഖ് അല്ലെങ്കിൽ ലാ മഅബൂദ ബിഹഖ്, ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവൻ എന്നാണ്. ഇനി വാക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും സംഭവിക്കുന്ന കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പലതും ആരാധിക്കപ്പെടുന്നുണ്ട്. അപ്പം അല്ലാഹു മാത്രമാണ് ആരാധ്യൻ എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥമെങ്കിൽ പലതും ആരാധിക്കപ്പെടുന്നുണ്ട്. വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ട്, പുണ്യ പുഷ്പങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ട്, പലതും മരങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ട്, ഷെയ്ത്താനെ തന്നെ ആളുകൾ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ പലതും ആരാധിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നും അർഹതയില്ല, അവർക്കൊന്നും അർഹതയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഹദീസിൽ വന്നിട്ടുള്ളത് വമൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. നിങ്ങൾ പലപ്പോഴും കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് വഹ്ദഹു ലാ ശരീക ലഹ്. ഈ വഹ്ദഹു എന്നുള്ളത് അവൻ മാത്രം എന്നുള്ളത് അതാ തഅക്കീദുൽ ലിറുക്നിൽ ഇസ്ബാത്ത്. നമ്മൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് രണ്ട് റുക്നുണ്ട്, ഒന്ന് ഇസ്ബാത്താണ്, ഒന്ന് നഫിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നഫിയാണ്, എല്ലാത്തിനും നിഷേധിക്കലാണ്. ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇസ്ബാത്താണ്, അള്ളാഹു മാത്രം എന്ന് പറയുന്നതാണ്. ആ മാത്രം എന്ന് പറയുന്ന ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വാക്കിന് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന വാക്കാണ് വഹ്ദഹു, അവൻ മാത്രം എന്ന് പറയണം, അള്ളാഹു മാത്രം എന്ന് പറയുന്ന. അതുപോലെ ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല എന്ന് പറയുന്ന വാക്കിന് ഒന്നുകൂടി ഉറപ്പിക്കുന്ന കാര്യമാണ് ലാ ശരീക ലഹു തഅക്കീദുൻ ലിന്നഫി, നഫീൻ ഒന്നുകൂടി ഉറപ്പിക്കുന്ന കാര്യമാണ്, ഒരു പങ്കുകാരനുമില്ല. ലാ ഇലാഹ എന്ന് പറഞ്ഞതിൽ തന്നെ അത് വന്നിട്ടുണ്ട്. അതാണ് ഈ വാക്കിന്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് പറയുമ്പോൾ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞതിന് ഒന്നുകൂടി ഉറപ്പിക്കുന്ന വാക്യമാണ് ലാ ശരീക ലഹു എന്നുള്ളത്. ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രം എന്ന് പറയുന്ന വാക്കിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന വാക്കാണ് വഹ്ദഹു എന്ന് പറയുന്നത്. അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല, അവന് ഏകനാണ്, അവന് യാതൊരു പങ്കുകാരനുമില്ല എന്നതാണ് വാക്കിന്റെ അർത്ഥം. വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് അള്ളാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ് എന്നാണ് പറയുന്നത്. ഈ വാക്ക് സഹോദരങ്ങളെ വളരെ മഹത്തരമായ വാക്കാണ്. മുഹമ്മദ് അബ്ദും റസൂലുമാണ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേൾക്കുന്നുണ്ട്. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നൊക്കെ നമ്മൾ പല സ്ഥലത്തും കേൾക്കുന്നുണ്ട്. ഈ രണ്ട് വാക്കിന് വളരെ പ്രാധാന്യമുള്ള വാക്കാണ് അബ്ദും റസൂൽ എന്ന് പറഞ്ഞാൽ. മുഹമ്മദ് അബ്ദാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അബ്ദുൻ എന്ന് പറഞ്ഞാൽ ലാ യുഅബദ്, ആരാധിക്കപ്പെടാൻ പാടില്ല, അടിമയാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവനാണ്, ആരാധിക്കപ്പെടുന്നവനല്ല. ആബിദാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമയാണ്, അവൻ ആരാധിക്കുന്നവനാണ്, അവൻ ആരെയോ ആരാധിക്കുന്നുണ്ട്. അതാണ് അബ്ദ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. എന്നാൽ ആരാധിക്കപ്പെടുന്നവനല്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബ്ദ് എന്ന് പറയുന്ന വസ്ഫ് എന്ന വിശേഷണം നൽകിയിട്ടുള്ളത്. അബ്ദാണ് അവിടുന്ന്. എന്നാൽ അബ്ദ് എന്ന് പറയുന്ന വാക്ക് ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ടതില്ല അടിമ എന്ന് പറയുമ്പോൾ അതൊരു തരംതാഴ്ന്ന ഒരു വസ്ഫല്ലേ, ഒരു നിലവാരമില്ലാത്ത വസ്ഫല്ലേ നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല. അങ്ങനെ ഒരു വിശേഷണം അങ്ങനെയല്ല.
എന്തിൻ്റെ അടിമയാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അബ്ദ് എന്നുള്ള വാക്കിൻ്റെ ഷറഫ് വരുന്നത്. അബ്ദുല്ലാ, അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയുമ്പോൾ അത് വലിയ ഷറഫാണ്. അള്ളാഹിനെ ആരാധിക്കുന്നവൻ, അള്ളാഹ്ക്കാണ് അവൻ അടിമ വേല ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് അവൻ അടിമയായി മാറിയിട്ടുള്ളത്. അപ്പം അവൻ്റെ സ്ഥാനം ഉയർന്നതാണ്. അബ്ദുല്ലാ എന്ന് പറയുമ്പോൾ ഉയർന്ന സ്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അബ്ദാണ് എന്ന് പറയുമ്പോൾ അത് വലിയ സ്ഥാനമാണ്. അതല്ലാതെ അത് സ്ഥാനം കുറയുന്നൊരു കാര്യമല്ല എന്ന് സന്ദർഭിക്ക് മനസ്സിലാക്കണം. അപ്പോൾ അബ്ദാണ്, അത് ലാ യുഅബദ്. എന്നാൽ റസൂലാണ്, ലാ യുകദ്ദബ്, കളവാക്കപ്പെടാൻ പാടില്ല. സാധാരണ മനുഷ്യന്മാരെ പോലെയുള്ള വാക്കുകളാണ് അവിടുന്ന് പറയുന്നത് എന്ന് നിങ്ങൾ പറയരുത്. തള്ളാനും കൊള്ളാനും ഒക്കെ പറ്റുന്ന മറ്റു മനുഷ്യർ അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് പോലെ പറയുന്ന വാക്കുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. അവിടുന്ന് അള്ളാഹുവിൻ്റെ വഹീ പ്രകാരം മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ റസൂലാണ്, അള്ളാഹു നിയോഗിച്ചയാളാണ്. അവിടുന്ന് പറയുന്ന ഒരു വാക്യവും കളവാക്കാൻ പാടില്ല. നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, അവിടുന്ന് പറയുന്ന വാക്കുകൾ അത് സ്വഹീഹാണ്, അങ്ങനെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും ഉറപ്പായാൽ അത് തള്ളാൻ നമുക്ക് ഒരിക്കലും പാടില്ല എന്ന കാര്യമാണ് റസൂലുഹു എന്ന് പറയുന്നത്. അപ്പോൾ പണ്ഡിതന്മാർ പറയാണ്, ഈ പറയുന്ന വഫിഹാദ റദ്ദുൻ അലാ ത്വായിഫതൈനി റദ്ദുൻ അലൽ ഗുലാദ് വറദ്ദുൻ അലൽ ജുഫാദ് അബ്ദുഹു വറസൂലുഹു എന്ന് പറയുന്ന ഈ വാക്യം രണ്ട് വിഭാഗം ആളുകൾക്കുള്ള റദ്ദാണ്, മറുപടിയാണ്. ഒന്ന് റദ്ദുൻ അലൽ ഗുലാദ്, പരിധി വിട്ട ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുകയാണ്. അതുപോലെ റദ്ദുൻ അലൽ ജുഫാദ്, അഥവാ അലംഭാവം കാണിക്കുന്ന ആളുകളുണ്ട്, അവർക്കും മറുപടിയാണ്. പരിധി വിട്ട ആളുകൾ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവോടൊപ്പം ഉയർത്തുന്ന രൂപത്തിലുള്ള പല വിശേഷണങ്ങളും പറയുന്ന ആളുകളുണ്ട്. അവിടുന്ന് കൊടുക്കേണ്ടതാത്തതായ വിശേഷണങ്ങൾ എടുത്തു പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കുള്ള മറുപടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമയാണിത്. അള്ളാഹുവിൻ്റെ അടിമയെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്താൻ പാടില്ല, അടിമയാണ്. അവിടുന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല. ഒരിക്കലും ദുനിയാവിൻ്റെ എന്തെങ്കിലും അധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് കൊടുത്തിട്ടില്ല. ദുനിയാവ് നിയന്ത്രിക്കാനോ അവിടെയുള്ള ആളുകൾക്ക് റിസ്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഗൈബിയായ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യമോ, ആര് സ്വർഗത്തിൽ പ്രവേശിക്കും, ആര് നരകത്തിൽ പ്രവേശിക്കും തുടങ്ങിയ ഗൈബിയായ ഒരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അധീനപ്പെടുത്തി കൊടുത്തിട്ടില്ല. അള്ളാഹുവിൻ്റെ അടിമയാണ്. അതുകൊണ്ട് അതിൻ്റെ പരിധിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അബ്ദുഹു എന്ന് പറയുമ്പോൾ ആ കാര്യം നമുക്ക് ഓർമ്മ വേണം. എന്നാൽ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന രൂപത്തിൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ, അള്ളാഹുവിന് മാത്രം നൽകാൻ അവകാശമുള്ള അർഹതയുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്നു എന്ന് പറയുന്ന പല മൗലൂദിൻ്റെയും അവസ്ഥ അതാണ്. ആളുകൾക്കൊക്കെ അറിയുന്ന മങ്കൂസ് മൗലൂദിലെ വരികൾ, ഇർതഖബ്തു അലൽ ഖതാ ഗൈറ ഹസ്ൻ വഅദദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന കാര്യമാണത്. ഞാനിതാ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് ഗൈറ ഹസ്ൻ വഅദദ്, എണ്ണം ഒന്നുമില്ല, അത്ര പാപങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നിരവധി തെറ്റുകൾ ചെയ്തിരിക്കുന്നു ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. എന്നിട്ടോ ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, എൻ്റെ യജമാനരെ അക്കാര്യത്തിൽ അങ്ങയോടാണ് ഞാൻ സങ്കടം ബോധ്യപ്പെടുത്തുന്നത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം രചിക്കപ്പെട്ട ഒരു ബൈത്താണിത്, മങ്കൂസ് മൗലൂദ്. എന്നിട്ട് ആ ഖബറിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നബിയെ, അങ്ങയോടാണ് എൻ്റെ സങ്കടം, ആവലാതി ബോധ്യപ്പെടുത്തുന്ന നബിയെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പുറത്തു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. അള്ളാഹു തആല പറഞ്ഞു, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാണ് പാപങ്ങൾ പുറത്തു തരാനുള്ളത്? ആരുമില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പറഞ്ഞിട്ട്, ഖുൽ, നബിയെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വലാ ഉശ്രികു ബിഹി അഹദ, ഒരാളിലും പങ്കു ചേർക്കുകയില്ല എന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാളിലും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പ്രഖ്യാപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ തസ്മഉ ലാ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും, നിങ്ങൾ അവരോട് ചോദിച്ചാൽ, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ഒരിക്കലും നിങ്ങളുടെ ഈ ദുആയം കേട്ടൊന്നും അവർ കേൾക്കാൻ പോകുന്നില്ല. വലൗ സമീഉ മസ്തജാബു ലക്കും, ഇനി എന്തെങ്കിലും കേട്ടെന്ന് സങ്കല്പിച്ചാൽ നിങ്ങൾക്ക് യാതൊരു ഉത്തരം, ഈ സങ്കടം ബോധിപ്പിച്ചാലും ശരി, ആവലാതി പറഞ്ഞാലും ശരി, അതൊരിക്കലും അവർ അതിന് ഉത്തരം ചെയ്യാൻ പോകുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതിൽ നബി ഒഴിവാണെന്ന് ഖുർആനിൽ എവിടെയും തെളിവുണ്ടോ? ഈ ആയത്തിൽ നബി ഒഴിവാണ്, നബിയോട് ചോദിക്കാം, നബി അവിടുന്ന് ഉത്തരം ചെയ്യും എന്ന് പറയുന്ന പ്രത്യേകിച്ച് തെളിവുണ്ടോ? സഹോദരങ്ങൾ, ഒരിക്കലുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർക്കിക്കും, നിങ്ങൾ അവരെ പങ്കു ചേർത്ത കാര്യം ഖിയാമത്ത് നാൾ അവർ നിഷേധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കും. ഖബറിൻ്റെ അടുക്കലൊക്കെ പോയി ഒരുപാട് ആളുകൾ അവിടെ പോയി ചോദിച്ചിട്ടില്ലേ? പല ആളുകൾ ഇവിടുന്ന് ചോദിക്കുന്നില്ലേ? നബിയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ലേ? ഖിയാമത്ത് നാളിൽ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പങ്കു ചേർത്തതിന് നിഷേധിക്കും. ഇപ്പം ഖബറിൽ നിന്ന് ഒന്നും നിഷേധിക്കുകയില്ല.
അങ്ങനെ നിഷേധിച്ചാൽ പിന്നെ ദുനിയാവിൽ പരീക്ഷണമില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമിനെയും കാഫിറിനെയൊക്കെ പരീക്ഷിക്കുന്ന അങ്ങനെയാണ്. അള്ളാഹു തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് കാര്യങ്ങൾ പറയണം, പിന്നെ പരീക്ഷണമുണ്ട്. അള്ളാഹ് കിതാബ് ഇറക്കി അതിൻ്റെ കൽബിനെ അതിലേക്ക് ഒരാൾക്ക് അതിന് മുസ്ലിമായി കീഴൊതുങ്ങാൻ നീ തയ്യാറുണ്ടോ എന്നാണ്. അള്ളാഹിൻ്റെ കലാമ് കേൾക്കുമ്പോൾ അതിന് നീ കീഴൊതുങ്ങാൻ തയ്യാറുണ്ടോ? നിന്റെ അഹങ്കാരവും നിന്റെ പഴയകാല തറവാട് മഹിമയൊക്കെ പറഞ്ഞിട്ട് പാരമ്പര്യമൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ആയത്ത് കേൾക്കുമ്പോൾ നീ അതിനെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് ഞാൻ പഴയ പാരമ്പര്യത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ആ അഹങ്കാരത്തോടുകൂടി നീ ജീവിക്കുമോ? അതല്ല, തൗഹീദിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അതിനെ കീഴൊതുങ്ങിക്കൊണ്ട് ഒരു മുസ്ലിമായി മാറുമോ? ഇത് അള്ളാഹിൻ്റെ പരീക്ഷണമാണ്. എന്നാൽ പരലോകത്ത് ഇതിന് കൃത്യമായി വയോമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർക്കിക്കും, നിങ്ങൾ ഈ മങ്കൂസ് മൗലൂദും ഷറഫുൽ അനാദും ഒക്കെ ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും ചോദിച്ചിട്ടില്ലേ, പ്രാർത്ഥിച്ചിട്ടില്ലേ, സഹായം തേടിയിട്ടില്ലേ? അത് അവിടെ നിഷേധിക്കും. ഇതൊക്കെ അള്ളാഹു താലയോട് മാത്രം ചോദിക്കണം എന്നാണ് ഖുർആൻ മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് അതാണ്, ഇദാ സഅൽത ഫസ്അലില്ല വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കുക, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസ്ലിമിനോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിധി വിട്ട് പുകഴ്ത്തി, അതുപോലും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ലാ തത്റൂനി കമാ അത്റത്തി നസാറ ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയമിനെ നസാറാക്കൾ പുകഴ്ത്തി ഒരു പരിധിയിൽ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ല. ഇന്നമാ അബ്ദുല്ലാഹി വറസൂൽ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്ത് തന്നെ പറഞ്ഞു, പുകഴ്ത്തൽ അത് പരിധി വിടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി കവിതയൊക്കെ, പക്ഷെ പരിധി വിട്ട് അള്ളാഹിൻ്റെ പദവിയിലേക്ക് എത്തിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ അവിടത്തേക്ക് ഉണ്ട് എന്ന് പറയാൻ പാടില്ല. വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട്, നാളത്തെ കാര്യം അറിയുമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അവിടെ നിർത്ത്. നേരത്തെ നിങ്ങൾ ചില പുകഴ്ത്തലുകളൊക്കെ പാടി, ചില യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ പുകഴ്ത്തി ചില വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് മതി. അതിൻ്റെ അപ്പുറത്തേക്ക് നാളത്തെ കാര്യം അറിയുമെന്ന് പറയുന്ന കാര്യം നിർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അമിതമായി പുകഴ്ത്തുന്ന, അങ്ങനെ ഉലൂഹിയത്തിൻ്റെ അംശങ്ങൾ അവിടത്തേക്ക് വകവെച്ചു കൊടുക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് അബ്ദുഹു എന്നുള്ള വാക്ക്. വറസൂലുഹു എന്ന് പറഞ്ഞാൽ ഇത്തരം അഹങ്കാരികളായ വേറൊരു വിഭാഗം ആളുകളുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റു മനുഷ്യരെക്കാൾ അല്ലെങ്കിൽ മറ്റു മനുഷ്യരെ പോലെയുള്ള ആളാണെന്ന് കരുതുന്ന ആളുകൾ നമുക്കറിയാം. അങ്ങനെയുള്ള അക്ലാരികളായ ആളുകളുണ്ടാകും. റസൂലുള്ളാഹിന്റെ വാക്ക് ഇങ്ങനെ കേട്ടാലും ശരി, അത് ശാസ്ത്രീയമായ ഇത്തരം കാര്യങ്ങളോടൊന്നും ഇപ്പോൾ ഈ ഹദീസുകളൊന്നും യോജിക്കാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കാര്യമായിരിക്കും, അവിടുത്തെ അറബികളെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞ ചില കാര്യങ്ങളായിരിക്കും, അതൊന്നും ഇപ്പം പറയാൻ പാടില്ല, അതൊന്നും ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞ അഹങ്കാരം പറയുന്ന ആളുകളുണ്ട്. ഹദീസുകൾ കേട്ടാലൊന്നും അവർക്ക് യാതൊരു കുസലുമില്ല. അത് റസൂലുഹു, റസൂലാണ്, കളവാക്കാൻ പാടില്ല, അവൻ്റെ ബുദ്ധിക്കാണ് അവൻ പ്രാധാന്യം കൊടുക്കുന്നത്. എത്ര സഹീഹായ ഹദീസിൽ ഒന്നാണെങ്കിൽ ശരി, ഞാൻ സ്വീകരിക്കുകയില്ല. സിഹറിന് ഹക്കീക്കത്തുണ്ട്, ഞാൻ സ്വീകരിക്കുകയില്ല. അത് അസൂയേൽക്കും, അത് ഞാൻ സ്വീകരിക്കുകയില്ല. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്യണം, ഇങ്ങനെ രക്ഷ തേടണം എന്നൊക്കെ വളരെ കൃത്യമായി പറഞ്ഞത് ഞാൻ സ്വീകരിക്കുകയില്ല. വളരെ കൃത്യമായി സ്വഹീഹായ സനദോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പല കാര്യങ്ങൾ വന്നാലും ശരി, അത് ഞാൻ സ്വീകരിക്കുകയില്ല. ഈച്ച അതൊരു വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗത്ത് രോഗമുണ്ടെങ്കിൽ മറ്റേ ഭാഗത്ത് ശമനമുണ്ട്, അത് ഒന്നുകൂടി മുക്കിയെടുത്താൽ മതി, ഞാൻ സ്വീകരിക്കുകയില്ല. എനിക്കതൊന്നും സാധിക്കുക, അത് കൂടുതൽ മോശമേ ആവുകയുള്ളൂ എന്നാണ് ഇവൻ്റെ ബുദ്ധി പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുഹു എന്ന് പറഞ്ഞാൽ അവിടുന്ന് എന്താണോ പറഞ്ഞത് ലാ യുകദ്ദബ്, അത് കളവാക്കപ്പെടാൻ പാടില്ല. അത് അതേപോലെ സമിഅന വഅതഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്നാണ്. കാരണം നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ തന്നെയാണ് നിഷേധിക്കുന്നത്. കാരണം അള്ളാഹു താല പറയാത്തതായ ഒരു കാര്യവും ദീനിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സ്വയാഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കണം. അതുപോലെ മറ്റൊരു വിഭാഗവും കൂടിയുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ വലിയുകളെക്കാൾ സ്ഥാനം കുറവാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ത്വരീഖത്തിൻ്റെ ആളുകളുടെ വിശ്വാസം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അവരുടെ വിശ്വാസപ്രകാരം നബിമാരെല്ലാം തന്നെ ഈ പറയുന്ന ഔലിയാക്കളെക്കാളും പദവി കുറഞ്ഞവരാണ് എന്നാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഇതിങ്ങനെ വെറുതെ യാദൃശ്ചികമായി പറയുന്ന കാര്യമല്ല. ഇപ്പം ഇവരിങ്ങനെ പറഞ്ഞു പുകഴ്ത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ നബിനെ കുറിച്ചൊന്നും ഇത്രയൊന്നും പറയുന്നില്ലല്ലോ, എന്നാൽ മടവൂർ ഔലിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, മമ്പുറം മക്കാം ഔലിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ പല ഔലിയാക്കളെക്കുറിച്ചും, അല്ലെങ്കിൽ ഇവിടെ പല ഖോജമാരുണ്ട്, പല അജ്മീർ ഖാജ, അങ്ങനെ പലരെയും കുറിച്ച് വല്ലാത്ത പുകഴ്ത്തലുകൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നബിയെ കുറിച്ചിട്ടൊന്നും ഇവർ എത്ര പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ സൂഫികളുടെ അടിസ്ഥാന വിശ്വാസത്തിൽപ്പെട്ട ഒരു കാര്യമാണ് നബിമാരെക്കാളും സ്ഥാനം ഈ ഔലിയാക്കൾക്കുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഔലിയാക്കൾക്ക് കിട്ടുന്ന ഈ ശൈത്താനിയത്തായ ചില അവർ പല കാര്യങ്ങളും പറയും. അതൊക്കെ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കിട്ടിയ കാര്യങ്ങളാണ്, അവർക്ക് അത്രയും സ്ഥാനമുണ്ട്.
എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽം എന്ന് പറയുന്നത് അത് ജിബ്രീലിലൂടെ കിട്ടിയ ഇൽമാണ്. അതാകട്ടെ അതിൻ്റെ ആളുകളെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഹദീസിൻ്റെ റാവിമാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പല കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഇത് നേരെ ഇങ്ങനെ അള്ളാഹുവിൽ നിന്ന് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ആളുകളാണ്. വലിയ സ്ഥാനമുണ്ട് എന്നാണ്. ഈ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അവർ ചില കാര്യങ്ങളൊക്കെ ചില കഥകളൊക്കെ ദുർവ്യാഖ്യാനിച്ചത്. ഖളിർ ഒരു നബിയല്ല, വലിയാണ് എന്നീ സൂഫികൾ പറയുന്നതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യം ഇതാണ്. കാരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ടുള്ള സംഭവത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല, ഖളിർ സ്വീകരിക്കുന്നില്ല. അല്ല, മൂസയെക്കാളും പല കാര്യങ്ങളിലും എന്തുണ്ട്, ഖളിറിന് അറിവുണ്ട്. യഥാർത്ഥത്തിൽ ഖളിറിനേക്കാളും സ്ഥാനമുള്ള നബിയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ട ആളാണ്. ഖളിർ അതിൽപ്പെട്ടതല്ല. 5 പ്രധാനപ്പെട്ട നബിമാരിൽ ഒരാളാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ ചില പരീക്ഷണങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഖളിറിന് മൂസയേക്കാൾ നൽകി. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പരീക്ഷണത്തിന് വേണ്ടി നൽകിയതാണ്. ആ കഥ അറിയുന്ന ആളുകൾക്കറിയാം. പക്ഷെ ഇവർ പറയും ഖളിർ എന്ന് പറയുന്ന നബിയല്ല, അത് വലിയാണ്. നിങ്ങൾ കണ്ടില്ലേ, നബിയേക്കാൾ സ്ഥാനമാണ് അവിടെ കിട്ടിയത്. അപ്പം ഇങ്ങനെയാണ് എല്ലാ ഔലിയാക്കളും, അവർക്ക് നബിമാരെക്കാളും സ്ഥാനമുണ്ട് എന്ന് അവർ പറഞ്ഞു വെക്കുന്നത് ഇത്തരം ചില കഥകൾ ദുർവ്യാഖ്യാനിച്ചിട്ടാണ്. അങ്ങനെ ഖളിർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വരെ വിശ്വസിക്കുകയാണ്. ഖളിർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, ഔലിയാക്കളുടെ നേതാവാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന സൂഫി ത്വരീഖത്തുകളുണ്ട്. എന്നാൽ ഈ പറയുന്ന എല്ലാ ആളുകൾക്കും സമസ്ത അനുയായികൾക്കും ഇവരുടെ ഈ അടിവേരുകൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. സഹോദരങ്ങളെ മനസ്സിലാക്കണം. അവരതുമായി ബന്ധപ്പെട്ട് കവിതകൾ തന്നെ രചിച്ചിട്ടുണ്ട്. മഖാമുൻ നുബുവത്തി ഫി ബർസഖിൻ ഫുവൈഖർ റസൂലി വദൂനൽ വലി. വലിയുടെ താഴെയാണ് റസൂലിൻ്റെ സ്ഥാനം. റസൂലുമാർ നബിമാരെക്കാളും മുകളിലാണ്. അപ്പം നബിമാർ, റസൂൽ, പക്ഷെ അതിൻ്റെ മുകളിൽ ആരാ ഉള്ളത്? വദൂനൽ വലി, വലിയേക്കാൾ താഴെയാണെന്നാണ്. നബിമാരെ നുബുവത്തിൻ്റെ മുകളിലാണ് ആരുള്ളത്? റിസാലത്ത്. നബിമാർ കഴിഞ്ഞാൽ റസൂലുമാരുണ്ട്. അതിൻ്റെ മുകളിൽ ആരുണ്ട്? വലിയമാരുണ്ട് എന്ന് ഇവരെ തന്നെ എഴുതി വെച്ചിട്ടുള്ള ഇബ്നു അറബിയെ പോലെയുള്ള കാഫിറാണെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ, എത്രയോ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇബ്നു അറബി അദ്ദേഹം പറയുന്ന കാര്യമാണ്, വലിയകൾ നബിമാരെക്കാളും മുകളിലാണെന്ന് പച്ചയായി തോന്നിവാസം എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇബ്നു അറബി ഇന്നും വലിയ സൂഫി വര്യനായി കൊണ്ടു നടക്കുകയാണ് ആളുകൾ. ഇബ്നു അറബിയുടെ സിനിമകളുണ്ട്, ഇബ്നു അറബിയെ കുറിച്ചിട്ടുള്ള വെബ് സീരീസുകളുണ്ട്. അങ്ങനെ ഇബ്നു അറബിയെ വീണ്ടും ഒരു പുതിയ ആളായി, വലിയ സൂഫി വര്യനായിരുന്നു, മുസ്ലിമീങ്ങളുടെ വലിയ ആരോ ആണ് എന്ന രൂപത്തിലേക്ക് പുതിയ ജനറേഷനിലേക്കും കൊണ്ടുവരുന്നുണ്ട്. ഇബ്നു അറബിയെ വൈറ്റ് വാഷ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇബ്നു അറബിയെ പണ്ഡിതന്മാർ ഒന്നടങ്കം കാഫിറാണെന്ന് ഫത്വ കൊടുത്തിട്ടുള്ളതാണ്. ആ കാലഘട്ടത്തിൽ ആരുമില്ല, ചോദിച്ച ആളുകളൊക്കെ കാഫിറാണ് എന്ന് പറഞ്ഞ അത്രയും തോന്നിവാശം എഴുതി വെച്ച ഇബ്നു അറബിയാണ്. ആ ഇബ്നു അറബിയുടെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ ഈ കവിതയിൽ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. നുബുവത്തിൻ്റെ മുകളിൽ റിസാലത്തുണ്ട്, പക്ഷെ അതിനേക്കാളും മുകളിലാണ് ഔലിയാക്കളുള്ളത്, വിലായത്തുള്ളത് അതിനേക്കാളും മുകളിലാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരും യഥാർത്ഥത്തിൽ റസൂലിൻ്റെ ഹക്കിന് എന്ത് കാണിക്കുന്ന ആളുകളാണ്? ജഫാ കാണിക്കുന്ന ആളുകളാണ്, അലംഭാവം കാണിക്കുന്ന ആളുകളാണ്. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, അവർ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ അവർ വളരെ കൃത്യമായ വിശ്വാസമുണ്ട്. റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയാണ്, അത് ആരാധിക്കപ്പെടാൻ പാടില്ല. ആരാധനയുടെ ഒന്നും നമ്മൾ നൽകുകയില്ല. എന്നാൽ നമുക്ക് നമ്മുടെ സ്വശരീരത്തെക്കാളും പ്രിയങ്കരമാണ്. നമ്മുടെ ശരീരം നൽകിയിട്ടാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനവും ശരീരവും നമ്മൾ സംരക്ഷിക്കും. ആ നിലക്ക് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നുണ്ട്. ആ നിലക്ക് നമ്മൾ ഇത്തിബാ ചെയ്ത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ റസൂൽ പറഞ്ഞു ഞങ്ങൾ സ്വീകരിക്കും, റസൂൽ വിലക്കിയോ ഞങ്ങളത് ഒഴിവാക്കും. അങ്ങനെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ ഒരിക്കലും ഞങ്ങൾ എന്ത് ചെയ്യുകയില്ല, ആരാധന ഭാവത്തിലേക്ക് എത്തുകയില്ല, പുകഴ്ത്തി ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയില്ല. ഇങ്ങനെ പോകുന്നവരാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ. എന്നാൽ ഈ പറയുന്ന വിഭാഗങ്ങളെല്ലാം ഈ പറയുന്ന വാചകങ്ങളോട് കൂറുപുലർത്തുന്ന ആളുകളല്ല. അപ്പോൾ വളരെ നിസ്സാരമായ വാക്കല്ല. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പറയുമ്പോൾ ആ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് സഹോദരങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. വ അന്ന ഈസാ അബ്ദുല്ലാഹി വ റസൂലുഹു, ഇതും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഈ ഹദീസ്. അതുപോലെ നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടത് ഈസാ അല്ലാഹുവിൻ്റെ അടിമയും റസൂലുമാണ് എന്നാണ്. ഈ കാര്യത്തിൽ തന്നെ നോക്കൂ സഹോദരങ്ങളെ, കഴിഞ്ഞുപോയ വേദക്കാർ ഈ കാര്യത്തിൽ 2 വിഭാഗമായി കാണാൻ സാധിക്കും. നസാറാക്കൾ ഈസയെ ഒരു ഇലാഹാക്കി മാറ്റുകയുണ്ടായി. ഈസ ഇലാഹിൻ്റെ പദവിയിലേക്ക് എത്തി. അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറഞ്ഞു, ഏറ്റവും വലിയ കുഫർ പറഞ്ഞു. അങ്ങനെ എല്ലാം കൂടി ഒന്നാണെന്ന് ത്രിയേകത്വം പറഞ്ഞു. പിതാവും പുണ്യാത്മാവും പുത്രനും ഒക്കെ ഒന്നാണെന്ന രൂപത്തിലേക്ക് പറഞ്ഞു. അങ്ങനെ പച്ച കുഫർ പറഞ്ഞു. അങ്ങനെ അബ്ദാണെന്നുള്ളതിൽ നിന്നും പരിധി വിട്ട് എന്ത് ചെയ്തു, അവർ ഉയർത്തി. എന്നാൽ ഇപ്പുറത്ത് യഹൂദർ നഊദു ബില്ലാഹ് ജാരസന്തതിയാണ് എന്ന് വരെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമെ കുറിച്ച് പറഞ്ഞു. മറിയമിനെ വ്യഭിചാരിണിയാണ് എന്ന രൂപത്തിൽ വരെ യഹൂദർ പറഞ്ഞു കളഞ്ഞു, നഊദു ബില്ലാഹ്. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ അതല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാം പാലിക്കുന്ന ആളുകൾ
ഈ കാര്യത്തിലും ഈ സാരാണ്. വളരെ കൃത്യമായി നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉലുൽ അസ്മിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 5 നബിമാരിൽപ്പെട്ട ഒരു നബി തന്നെയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം സ്ഥാനമുള്ള നബിയാണ്. പക്ഷെ ആ നബി ഒരിക്കലും അള്ളാഹുവിൽ നിന്നുള്ള യാതൊരു ആരാധനയുടെ ഒരു ഹക്കും ആ നബിക്കില്ല. ആ നബി ഒരു അടിമ മാത്രമാണ്. മനുഷ്യരെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അള്ളാഹു കൊടുത്ത അനുമതിയിൽ നിന്നാണ് അദ്ദേഹം രോഗികൾക്ക് ഷിഫയാക്കി കൊടുത്തത്. അള്ളാഹു കൊടുത്ത അനുമതി കൊണ്ടാണ് മരണപ്പെട്ടവരെ അദ്ദേഹം ജീവിപ്പിച്ചത്. അതെല്ലാം അദ്ദേഹം പറയുന്നത് ഇതിന് അള്ളാഹുവിൻ്റെ അനുമതി കൊണ്ട് എന്നാണ് പറയുന്നത്. പാണ്ഡുരോഗം വന്ന ആളുകൾക്ക് അത് സുഖപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി. ആയത്ത് വായിക്കണം, ഓരോന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോട് എടുത്തെടുത്ത് പറയുന്നുണ്ട്. കാരണം സ്വന്തമായി ചെയ്തതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തായി നൽകിയതാണ് നബിമാർക്ക്. അതുകൊണ്ട് തന്നെ ഉലൂഹിയത്തിന് യാതൊരു അംശവുമില്ല. എന്നാൽ യഹൂദർ പറഞ്ഞതുപോലെ അദ്ദേഹത്തേക്ക് വീഴ്ത്തുന്ന കാര്യങ്ങളിൽ യഹൂദരുടെ കിതാബുകളിലെല്ലാം തന്നെ, അഥവാ അവർ അതിൽ നിന്നും തെറ്റിച്ചു കളഞ്ഞ കിതാബുകളിലെല്ലാം തന്നെ നബിമാരെ കുറിച്ച് മോശമായിട്ടാണ് പറയുന്നത്. എല്ലാ നബിമാരെ കുറിച്ച് വളരെ വൃത്തികെട്ട രീതിയിൽ പരാമർശിക്കുന്ന കാണാൻ സാധിക്കും. എന്നാൽ മുസ്ലിമീങ്ങളാണ് യഥാർത്ഥത്തിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള വിശ്വാസം കൃത്യമായി, അതുപോലെ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസവും അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് മാത്രമല്ലാതെ ശരിക്കും രൂപത്തിൽ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന് സഹോദരങ്ങൾ മനസ്സിലാക്കണം. വകലിമത്തുഹു അൽഖഹ ഇലാ മറിയം വറൂഹും മിൻ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ കൂടി അധികം പറഞ്ഞു. വകലിമത്തുഹു, അള്ളാഹുവിന് കലിമത്താണ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചത് സാധാരണ രീതിയിലല്ല. കുൻ എന്ന് അള്ളാഹു താല പറയുകയും അങ്ങനെ അതുണ്ടാവുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഉണ്ടാകണം അള്ളാഹു താല പറഞ്ഞു. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമെ. അള്ളാഹു ഉണ്ടാകണമെന്ന് പറഞ്ഞു. ആ മണ്ണിൽ നിന്നും എന്ത് ചെയ്തുണ്ടായി? ആദം അലൈഹി സ്വലാത്തു വസ്സലാമെ ഉണ്ടായി. അതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാകണം എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ നേരെ മണ്ണിൽ നിന്നുണ്ടാവുകയല്ല, മറിച്ച് അവിടുത്തെ പറഞ്ഞതുപോലെ അൽഖാഹ ഇലാ മറിയം, ആ കാര്യത്തെ, ആ ജീവനെ മറിയമിൻ്റെ വയറ്റിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചു. അങ്ങനെ ആ മറിയമിൻ്റെ വയറ്റിൽ നിന്നും പിന്നീട് ഒരു കുട്ടി എങ്ങനെയാണോ 9 മാസവും ദിവസങ്ങളുമായി ആ വയറ്റിൽ കിടന്നുകൂടുന്നത്, അതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മനുഷ്യക്കുഞ്ഞായിട്ട് തന്നെ ജനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. വറൂഹും മിൻ, അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് റൂഹും മിൻ എന്ന് പറയുന്നത്? അത് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് എല്ലാ റൂഹുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമെ പ്രത്യേകമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് അതിൻ്റെ ഷറഫ് കൊണ്ടാണ്. നാഖത്തുല്ലാ എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഒട്ടകം, എല്ലാ ഒട്ടകങ്ങളും അള്ളാഹു തന്നെയാണ്, എല്ലാ ഒട്ടകങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. പക്ഷേ ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒട്ടകത്തിൻ്റെ നാഖത്തുല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈത്തുല്ലാ, എല്ലാ ഭവനങ്ങളും അള്ളാഹുവിൻ്റെയാണ്. പക്ഷെ പ്രത്യേകമായി കഅബയെ ബൈത്തുല്ലാ, അള്ളാഹുവിൻ്റെ ഭവനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഷറഫ് കൊണ്ട് പറയുന്നതാണ്. ആ നിലക്കാണ് റൂഹും മിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച റൂഹ്, അല്ലാതെ അള്ളാഹുവിൻ്റെ അംശങ്ങളിൽപ്പെട്ട ഒന്നുമല്ല. നഊദു ബില്ലാഹ്. അതാണ് നസാറാക്കളുടെ വിശ്വാസം. അത് പ്രത്യേകം പറയാം. വൽ ജന്നത ഹഖ്കുൻ, അതുപോലെ അവർ വിശ്വസിക്കണം സ്വർഗം സത്യമാണ്. വന്നാറ ഹഖ്കുൻ, നരകം സത്യമാണ്. എങ്കിൽ ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിന് സാക്ഷ്യം വഹിച്ചു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാര്യത്തിൽ സാക്ഷ്യം വഹിച്ചു. അതുപോലെ സ്വർഗവും നരകവും ഉണ്ടെന്നുള്ള പരലോക വിശ്വാസം നിനക്കുണ്ട് എങ്കിൽ അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ, നീ ചെയ്ത അമലുകൾ അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ഇവിടെ അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ എന്നുള്ളതിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ മഅനാഹ അലാ മാ കാന മിൻ സലാഹിൻ വ ഫസാദിൻ മിൻ അമലി, നിന്റെ അമലുകളുടെ കൂട്ടത്തിൽ അത് നല്ലതാണോ ചീത്തയാണോ എന്താണെങ്കിലും ശരി സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് പറഞ്ഞത്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അതായത് തൗഹീദ് കൃത്യമായിട്ടുണ്ട് എങ്കിൽ നിന്റെ അമൽ മോശമാണെങ്കിൽ ശരി നല്ലതാണെങ്കിൽ ശരി സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ എത്ര തിന്മകളുണ്ടെങ്കിലും ശരി ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറത്ത്, ഇനി അതല്ല നീ നരകത്തിൽ പ്രവേശിച്ചിട്ടാണെങ്കിൽ ശരി സ്വർഗത്തിൽ നീ പ്രവേശിക്കുമെന്നാണ്. എങ്ങനെയാലും പ്രവേശിക്കും, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അന്ന മഅനാഹ അന്ന ദറജാത്തുൽ മുവഹിദീന ഫിൽ ജന്നത്തി അലാ ഹസബി അമാലിഹിം, സ്വർഗത്തിൽ മുവഹിദീങ്ങളുടെ പദവി എന്ന് പറയുന്നത് അവരുടെ അമലുകൾക്ക് അനുസരിച്ചിട്ടാണ്. അതായത് പണ്ഡിതന്മാർ പറയാറുണ്ട് യദ്ഖുലുൻ നാസ ജന്ന ബിഫദ്ലില്ലാഹ്, ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്. പക്ഷേ വയതഫാവതൂന ഫീ ദറജാതി ബിഅമാലി, അവരുടെ അമലുകൾ കൊണ്ട് വ്യത്യസ്ത ദർജയിലെത്തും. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അമൽ കൊണ്ട് പ്രവേശിക്കാൻ സാധിക്കില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഫദ്ലുമാണ്. പക്ഷെ പ്രവേശിച്ച ആളുകൾ സ്വർഗത്തിൻ്റെ ഏത് സ്ഥാനത്തെത്തുമെന്നുള്ളത് പിന്നീട് അവരുടെ അമലുകൾ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നത്. ഒരുപാട് അമലുകൾ ചെയ്യുന്നവനും ചെറിയ അമലുകൾ കൊണ്ട് സ്വർഗത്തിലെത്തിയവനും ഒരുപോലെയല്ല. നബിമാരും ഒരു സാധാരണക്കാരന് ഒരേ പദവിയിലല്ല, മറിച്ച് വ്യത്യസ്ത പദവിയിലായിരിക്കും ഉണ്ടാവുക. അത് അവരുടെ അമലുകളിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ തഫാവുത്ത്, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്നാണ്. അപ്പം ഇങ്ങനെയുള്ള തഫ്സീറുകൾ പണ്ഡിതന്മാർ അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ, അവൻ്റെ അമലുകൾ മുഖേന അള്ളാഹുവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞെടുത്ത്
പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഈ അധ്യായത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വഹദാ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു